العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ബ്രൈറ്റ് അക്കാഡമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, നമുക്കറിയാം ഈ കഴിഞ്ഞ 2024 കേട്ടറ്റ് എക്സാം ചില ആളുകൾക്കെങ്കിലും ഒത്തിരി പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരിചയമില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഒന്നും അറിയാത്ത ഭയങ്കര ടഫായിട്ട് നമുക്ക് തോന്നിയത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ പരിചിതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ലിറ്ററേച്ചർ ഭാഗത്താണ് ഇന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അസ്ലു ലുഗത്തുൽ അറബിയ, അറബി ഭാഷയുടെ അസ്ലിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, തതമയ്യസു അൽ-ലുഗത്തുൽ അറബിയ്യ അൻ ഗൈരിഹാ ബി, മറ്റു ഭാഷകളിൽ നിന്ന് അറബി ഭാഷയെ സവിശേഷമാക്കുന്ന കാര്യം എന്താണ്? അപ്പൊ നമുക്കറിയാം അൽ ഇറാബ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലൊമീറുകളായാലും, ലൊമീർ എന്ന് പറയുമ്പോൾ പ്രോനൗൺസ്, നുത്തുക്ക്, ഉച്ചാരങ്ങള്, തർക്കീബ്, സ്ട്രക്ചർ, ഇതെല്ലാം മറ്റു ഭാഷകൾക്കും കൂടി ഉള്ളതാണ്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അറബി ഭാഷയ്ക്കുള്ള പ്രത്യേകതയാണ് ഇറാബ് എന്നുള്ള കാര്യം. അപ്പൊ അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, മുമയ്യിസാത്തുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയുടെ സവിശേഷതകളെ കുറിച്ച് പലവട്ടം പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇറാബിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് PSCക്കും അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിനും. മറ്റൊരു ഭാഗമാണ് ദിക്കത്തുൽ മഹാരിജ്, നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെതായ മഹറജുകൾ ഉണ്ട്. ഏത് സ്ഥലത്ത് നിന്നാണ് അത് ഉച്ചരിക്കേണ്ടതെന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ അതും അറബി ഭാഷയുടെ കാണില്ലല്ലോ. ഇപ്പൊ ഓക്കെ ആണോ സ്ക്രീന്? ഇല്ലട്ടോ, കാണില്ല. റീജോയിൻ ചെയ്തിട്ടൊന്നും കാണില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? ഒന്ന് ഓണാക്കാൻ പറ്റോ? കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ല. ഓക്കെ, ഓക്കെ ആണോ ഇപ്പൊ? സ്ക്രീൻ ഓക്കെ ആണോ? അതെ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പോ ഇറാബ് എന്നുള്ളതാണ് ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ദിഖത്തുൽ മഹാരിജ് ആണ്, ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകതയാണ് ദിഖത്തു തഅബീർ, അറബി ഭാഷയിലെ ഓരോ പദങ്ങളും ആവിഷ്കരിക്കുന്നതിൽ പ്രത്യേകത, ഒരു സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. ഇത് കേട്ടറ്റ് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദിഖത്തു തഅബീർ എന്നുള്ളത് അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണ്. ദെൻ അൽ മുസന്ന, നമ്മൾ ദ്വിവചനകൾ എന്നുള്ള ആ ഒരു രീതിയിൽ പ്രത്യേക അതിൻ്റെതായ ഇറാബുകളും അതിൻ്റെതായ നിയമങ്ങളും, ഇപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെതായ പ്രത്യേക റൂൾസ് നമ്മൾ അറബി ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുസന്നയ്ക്ക് നമ്മൾ റഫ് ചെയ്യ എങ്ങനെയാണ്, നസ്ബ് ചെയ്യ എങ്ങനെയാണ്, ജസ്മ് ചെയ്യ എങ്ങനെയാണ്, അതിന് പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുസന്ന എന്നുള്ളതിനും ഒരു വലിയ ഘടകമായിട്ട് എടുക്കുന്നത് അറബി ഭാഷയാണ്. ഇത്രയും അറബി ഭാഷയുടെ സവിശേഷതയാണ് അൽ ഇറാബ്, ദിക്കത്തുൽ മഹാരിജ്, ദിക്കത്തു തഅബീർ, അൽ മുസന്ന എന്നുള്ളത്. ഇനി അൽ അദബുൽ അറബി ഫിൽ അസ്രിൽ ജാഹിലി, അപ്പൊ അസ്ലു ലുഗത്തുൽ അറബിയെ കുറിച്ചിട്ട് ഈ ഒരു ചോദ്യമാണ് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. പല എക്സാമുകൾക്കും അസ്ലു ലുഗത്തുൽ അറബിയെ കുറിച്ച് ഈ ഒരു കാര്യങ്ങളാണ് വരല്, അതായത് അറബി ഭാഷയുടെ പ്രത്യേകതയെ കുറിച്ച്. നെക്സ്റ്റ് അൽ അദബുൽ അറബി ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ അറബിക് ലിറ്ററേച്ചർ, അതിൽ ആദ്യമായി തന്നെ പോയട്രി ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് തത്തസിമു മൗദൂഅത്തു ശിഅറുൽ ജാഹിലി ബി അന്നഹ, ജാഹിലിയ കാലഘട്ടത്തിലെ വിഷയങ്ങൾ ഏത് കാരണം കൊണ്ടാണ് സവിശേഷമാകുന്നത്? ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു ആ പ്രത്യേകത? ഓപ്ഷൻ എ പറയുന്നത് ദാത്യത്തുൻ ഖാസ,
ഒരു പ്രത്യേകമായിട്ടുള്ള ദാത്യത്ത് ഉണ്ട്. ദാത്യത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കവിത എഴുതുന്ന സമയത്ത് കവിയുടെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് ഇജ്തിമായത്തുൻ ആമ അല്ല പൊതുസമൂഹത്തെ കുറിച്ചായിരുന്നു. ഓപ്ഷൻ സി പറയുന്നത് ദാത്യത്തുൻ ആമ പൊതുസമൂഹത്തിന്റെ ആ ഒരു സത്തയെ കുറിച്ചായിരുന്നു. ഓപ്ഷൻ ഡി പറയുന്നത് ഇജ്തിമായത്തുൻ ഹാസ പ്രത്യേകമായിട്ടുള്ള അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. താഴെ കൊടുത്തതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ ആ ഒരു വിഷയങ്ങൾ ഏത് തരത്തിലുള്ളതായിരുന്നു? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ കീ ഒക്കെ അവൈലബിൾ ആയതാണ്. ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ദാത്യത്തുൻ ഹാസ പ്രത്യേകമായിട്ടുള്ള അവരുടെ ആ ഒരു സത്തയെ കുറിച്ചിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു കവി പറഞ്ഞിരുന്നത്. അന്ന ഷിഅറൽ ജാഹിലി യർകസു ബിശക്ലിൻ കബീരിൻ അല തജാരിബിൻ വമശാഇരി ശാഇറിൻ ശഖ്സിയ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ അത് കേന്ദ്രീകരിച്ചിരുന്നത് കവിയുടെ അനുഭവങ്ങളെ കുറിച്ചും കവിയുടെ അതുപോലെ തന്നെ പരിചയ സമ്പത്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അശഖ്സിയ പേഴ്സണൽ ആയിട്ടുള്ള. അപ്പൊ കവിയുടേതായ അനുഭവങ്ങളും പരിചയങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കൂടുതലും കവിത എഴുതിയിരുന്നത്. يتناول موضوعات تعبر عن الفرد ذاته وعلاقاته ومواقفه الشخصية. കവിയുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു ആവിഷ്കരിക്കുകയും കവിതയുടെ വിഷയമായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നത്. هذا النوع من الشعر يعكس بشكل كبير الحياة اليومية والتجارب الفردية للشاعر. കവി ഇവിടെ അതന്നെ പറയുന്നത് കവിയുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു പരിചയം, ആ ഒരു അനുഭവങ്ങള്, നിത്യജീവിതത്തിലെ കവിയുടെ കാര്യങ്ങൾ അതെല്ലാമാണ് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയിലൂടെ പ്രതിഫലിപ്പിച്ചിരുന്നത്. അപ്പോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ വിഷയം എന്ന് പറയുന്നത് ദാത്യത്തുൻ ഹാസയായിരുന്നു. പ്രത്യേകിച്ച് കവിയുടെ കാര്യങ്ങൾ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കവി അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കവിക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത്, കവിയുടെ ജീവിത രീതി എങ്ങനെയാണ്, ആ ഒരു രീതിയിലായിരുന്നു കവിത രചിച്ചിരുന്നത്. ഇനി അഗറാളു ഷിഅർ. ജാഹിലിയ കാലഘട്ടത്തിലെ ഷിഅറിന്റെ അഗറാളുകൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ വിഷയത്തിലായിരുന്നു അവര് കവിത രചിച്ചിരുന്നത്? എങ്ങനത്തെ കവിതകളൊക്കെ ആയിരുന്നു അവരുടെ കവിതയായിട്ട് അവർ സ്വീകരിച്ചിരുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ അൽ ഫഖ്ർ വൽ ഹമാസ. ഫഖ്ർ, ഹമാസ എന്ന് പറയുമ്പോൾ ധീരകാവ്യങ്ങള്, അവരെ അഭിമാനം കൊള്ളുന്ന രൂപത്തിലുള്ള കവിതകളായിരുന്നു അവർ രചിച്ചിരുന്നത്. നമുക്കറിയാം അംർ ഇബ്നു കുൽസൂം തഗ്ലബി ഒക്കെ ഫഖ്ർ വൽ ഹമാസയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ തറവാടിനെ കുറിച്ചും എല്ലാം ധീരകാവ്യങ്ങളും അതുപോലെ തന്നെ വളരെയധികം അഭിമാനം കൊള്ളിക്കുന്ന കവിതകളായിരുന്നു രചിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അൽ ഹിജാഗ് എന്നുള്ളത്. ഹിജാഗ് നമുക്കറിയാം ആക്ഷേപ കാവ്യങ്ങള്. ദെൻ അൽ ഗസ്ല് ശൃംഗാര കാവ്യങ്ങൾ ഉണ്ടായിരുന്നു, ശൃംഗാര കവിതകൾ ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തില്. അൽ വസ്ഫ് ഓരോ കാര്യങ്ങളെ കുറിച്ചും വിശേഷിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതില് അധികമായിട്ട് വസ്ഫ് ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പ്രകൃതിപരമായിട്ടുള്ള വസ്ഫ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രാത്രിയെ കുറിച്ചിട്ടും അതുപോലെ കുതിരയെ കുറിച്ചിട്ടും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വസ്ഫ് ചെയ്തിട്ടുണ്ട്. ദെൻ അൽ മദ്ഹ് പുകഴ്ത്തി പറയുക, അതുപോലെ തന്നെ പ്രശംസിക്കുക, ആ രൂപത്തിലുള്ള കവിതകളും ഉണ്ടായിരുന്നു. ഇനി അതിലൂടെ വരുന്നത് തന്നെയാണ് അൽ ഹംർ. മദ്യം എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു വിഷയത്തിൽ അവർ ഒരുപാട് കവിത രചിച്ചിട്ടുണ്ട്. അഗ്റാദു ഷിഅറിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹംർ എന്നുള്ളത്. റിസാ വിലാപ കാവ്യങ്ങൾ രചിച്ചിരുന്നു. ഈ റിസാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം മദ്ഹ് തന്നെയാണ്. പക്ഷെ മരിച്ച ആളുകളെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രശംസിക്കലും പുകഴ്ത്തി പറയലുമാണ് റിസാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അൽ ഹിക്മത്ത്, ഒരുപാട് യുക്തി നിറഞ്ഞ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ സുഹൈർ ബിൻ അബീ സലമയൊക്കെ വളരെയധികം ഹിക്മത്തോട് കൂടിയിട്ടായിരുന്നു കവിത രചിച്ചിരുന്നത്. ഇത്രയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അഗ്റാദു ഷിഅറായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അൽ ഫഖ്ർ വൽ ഹമാസ, അൽ ഹിജാ, അൽ ഗസ്ൽ, അൽ വസ്ഫ്, അൽ മദ്ഹ്, അൽ ഹംർ, അൽ റിസാ, അൽ ഹിക്മ. ഇനി
വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. തുഅറഫു അൽ മുഅല്ലഖാത്ത് ഐലൻ ബി. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയായിരുന്നു മുഅല്ലഖകൾ എന്ന് പറഞ്ഞത്. ആ മുഅല്ലഖയുടെ മറ്റു പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അൽ മതൂലാത്ത്, ഓപ്ഷൻ ബി അൽ മുഫവ്വലാത്ത്, ഓപ്ഷൻ സി അൽ മുദഹബാത്ത്, ഓപ്ഷൻ ഡി അൽ മുവശഹാത്ത്. എല്ലാവരും ആൻസർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്. അൽ മുദഹബാത്ത് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അൽ മുഅല്ലഖാത്തു ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലഖകൾ ഹിയ ഖസായിദുൻ മുംതാസുൻ മിൻ അജ്വദി ശിഅറിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ മികച്ച കവിതകൾ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നതായിരുന്നു മുഅല്ലഖകൾ. അസ്മാഉൽ മുഅല്ലഖാത്ത്. ഈ മുഅല്ലഖകൾക്ക് മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അസ്വമൂദ്, അൽ മുദഹബാത്ത് എന്നുള്ളത്. സബ്ഉ തുവാൽ എന്നും പറയലുണ്ട് കേട്ടോ, അതും കൂടി നോട്ട് ചെയ്യാം. അസ്വമൂത്ത്, അൽ മുദഹബാത്ത്, സബ്ഉ തുവാൽ. മുദഹബാത്ത് ആണ്, മുഹദ്ദബാത്ത് അല്ല. ഇത് കൺഫ്യൂസ് ആവാതിരിക്കാൻ നമ്മൾ ദഹബ് എന്ന് പറഞ്ഞാലാണ് സ്വർണം. അപ്പൊ സ്വർണ്ണ ലിപിയാൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് നമുക്കതിനെ മുദഹബാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അൽ മുദഹബാത്ത്. നെക്സ്റ്റ് പോയിന്റ് ജാമിഉൽ മുഅല്ലഖാത്തു സബ്അ. ഈ 7 മുഅല്ലഖകൾ ക്രോഡീകരിച്ച വ്യക്തിയാണ് ഹമ്മാദുർ റാവിയ. അദദുൽ മുഅല്ലഖാത്ത്, മുഅല്ലഖകളുടെ എണ്ണം അസ്സബ്അ ഔ അശ്റ, 7 എന്നുള്ള അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ 10 എന്നുള്ളതുണ്ട്. അപ്പൊ രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. മുഅല്ലഖകളുടെ എണ്ണം 7 അല്ലെങ്കിൽ 10. ഇനി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആരുടെ വരിയാണെന്നാണ് ചോദ്യം. ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തൽ ലഹ്മി വദ്ദമി. അപ്പൊ താഴെ കൊടുത്ത ഒരു കവിയുടെ മുഅല്ലഖയിലെ പ്രധാനപ്പെട്ട വരിയാണ്. ലിസാനുൽ ഫത, ഒരു യുവാവിന്റെ നാവ് എന്ന് പറയുന്നത് നിസ്ഫുൻ, അതൊരു പകുതിയാണ്. വനിസ്ഫുൻ ഫുആദു, ബാക്കി ഒരു മനുഷ്യനെ നമ്മൾ അളക്കുന്നത് അവന്റെ പകുതി നാവും പകുതി എന്താണ്, ഹൃദയവുമാണ്. ഫലം യബ്ഖ ഇല്ലാ സൂറത്തൽ ലഹ്മി വദ്ദമി, ഒരു മാംസവും അതുപോലെ തന്നെ രക്തവും അല്ലാതെ അവൻ ഒരു രൂപവുമല്ല. ഫലം യബ്ഖ, അവശേഷിച്ചിട്ടില്ല, ഇല്ലാ സൂറത്തൻ, ഒരു രൂപമല്ലാതെ. എന്തിന്റെ രൂപമാണ്? ലഹ്മ് ദമ്, മാംസവും രക്തവും കൂടി കലർന്ന ചേർന്ന് വരുന്ന ഒരു രൂപം മാത്രമാണ് മനുഷ്യൻ. അത് ഏതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലിസാനും അതുപോലെ തന്നെ ഫുആദും, ഹൃദയവുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരുടെ വരിയായിരുന്നു മുഅല്ലഖയിലെ പ്രധാനപ്പെട്ട വരി? ഓപ്ഷൻ എ അംർ ഇബ്നു കുൽസൂം, ഓപ്ഷൻ ബി സുഹൈർ ഇബ്നു അബി സലമ, ഓപ്ഷൻ സി അൻതറത്ത് ഇബ്നു ഷദ്ദാദ് അൽ അബ്സി, ഓപ്ഷൻ ഡി ലബീദ് ഇബ്നു റബീഅ. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ മുഅല്ലഖകളുടെ ആളുകളെ പഠിക്കുന്ന സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട അവരിലെ ചില വരികൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും കണ്ടാൽ അവരുടേതാണെന്ന് തിരിച്ചറിയണം. ആ രൂപത്തിൽ നമ്മൾ നോക്കി വെക്കണം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖയിലെ വരിയാണ് ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്നുള്ളത്. ഈ സുഹൈർ ബിൻ അബി സലമയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. സുഹൈർ ബിൻ അബി സലമ റബി അൽ മുസ്നി മിൻ മുളർ ഉലിദ ബിൻ നജിദ് നശഅ ഫി ബനു ഒത്തുഫാൻ. സുഹൈർ ബിൻ അബി സലമ നമുക്കറിയാം, അദ്ദേഹം മുസൈന ഗോത്രക്കാരനാണ്. മുളറിലുള്ള ഒരു ഗോത്രമാണ് മുസൈന. ഉലിദ ബിൻ നജിദ്, നജിദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നശാഫി ബനു ഖത്ഫാൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഗോത്രമായിരുന്നു ഖത്ഫാൻ ഗോത്രം. ആ ബനു ഖത്ഫാനിലായിരുന്നു അദ്ദേഹം വളരുന്നത്. ലഖബുഹു, ഇനി സുഹൈർ ബിൻ അബി സലമയുടെ ലഖബാണ് പറയുന്നത് ഷാഇറുൽ ഹിക്മത്തു ഫിൽ ജാഹിലിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിക്മത്ത് എന്നുള്ളത് അഗ്റാലു ഷിഅറു ഫിൽ അസ്രിൽ ജാഹിലിയാണ്. അപ്പൊ ആ ഹിക്മത്ത് കൊണ്ട് ഒരുപാട് കവിത എഴുതിയതിന്റെ പേരിൽ തന്നെ ഷാഇറുൽ ഹിക്മ ഫിൽ ജാഹിലിയ എന്നറിയപ്പെടുന്നത് സുഹൈർ ബിൻ അബി സലമയാണ്. അതുപോലെ ഹക്കീം ഷുഅറാ, അബീദ് ഷുഅറാ, ഷാഇറു ഷുഅറാ, ഷാഇറു സലാം എന്നൊക്കെ അറിയപ്പെടുന്നത് സുഹൈർ ബിൻ അബി സലമയാണ്. അബീദ് ഷുഅറാ എന്നറിയപ്പെടുന്നത് മറ്റു ചില കവികളുണ്ട്, ഹുദൈ, അതുപോലെ തന്നെ സുഹൈർ ബിൻ അബി സലമയൊക്കെ അബീദ് ഷുഅറാ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം സുഹൈർ ബിൻ അബി സലമ ഷാഇറുൽ ഹൗലിയാത്ത് ആണ്, ഹൗലിയാത്തിന്റെ ആളാണ്. ഹൗലിയാത്ത് എന്ന് പറയുമ്പോൾ 4 മാസം കൊണ്ട് കവിത എഴുതുകയും പിന്നീട് 4 മാസം അത് സംസ്കരിക്കും,
പിന്നീടുള്ള 4 മാസം പ്രധാനപ്പെട്ട കവികളുടെ മുന്നിൽ ആ പാട്ട്, ആ ഒരു കവിത അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇത്രയും ഒരു ഹൗല്, ഒരു വർഷം തികഞ്ഞല്ലാതെ അദ്ദേഹത്തിന്റെ കവിതകൾ ജനങ്ങളിലേക്ക് എത്തിക്കില്ലായിരുന്നു. അപ്പൊ കവിത എഴുതിയിട്ട് പിന്നീട് അത് സംസ്കരിച്ചെടുത്തതിന് ശേഷം കവിത പാടുന്ന വ്യക്തികളെയാണ് നമ്മൾ അബീദു ഷുറ എന്നുള്ള ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽപ്പെട്ട പ്രധാന വ്യക്തികളാണ് സുഹൈർ ബിൻ അബി സലമ, അതുപോലെ തന്നെ ഹുത്തൈഅ, ഇവരൊക്കെ. ഇനി അബൂഹു വ ഖാലുഹു വ ഉഖ്താഹു വ വലദാഹു കഅബ് വ ബുജൈർ അശ്വറാ. സുഹൈർ ബിൻ അബി സലമയുടെ പിതാവും അതുപോലെ തന്നെ ഹാലും രണ്ട് സഹോദരിമാരും രണ്ട് മക്കളും, കഅബ് ബുജൈർ എന്നുള്ള രണ്ട് മക്കളും, ഇവരെല്ലാം തന്നെ കവികളായിരുന്നു. ആഷിഖത്തുഹു ലൈല ഉമ്മു ഔഫ. സുഹൈർ ബിൻ അബി സലമയുടെ ആഷിഖത്തിന്റെ പേരാണ് ഉമ്മു ഔഫ എന്നുള്ളത്. ലൈല എന്നാണ് യഥാർത്ഥ പേര്, ഉമ്മു ഔഫ എന്നുള്ള പേരിലാണ് അവര് അറിയപ്പെടുന്നത്. സൗജത്തുഹുൽ ഊല ഉമ്മു ഔഫ. ഈ ആഷിഖത്തിനെ തന്നെയാണ് സുഹൈർ ബിൻ അബി സലമ വിവാഹം കഴിച്ചത്. ആദ്യത്തെ ഭാര്യയും ഉമ്മു ഔഫ തന്നെയാണ്. അല്ലത്തി ദക്കറഹാ ഫി മത്ലഅ മുഅല്ലഖതിഹി. സുഹൈർ ബിൻ അബി സലമ തന്റെ മുഅല്ലഖയുടെ തുടക്കത്തിൽ തന്നെ ഈ ഉമ്മു ഔഫയെ കുറിച്ച് പറയുന്നുണ്ട്. അമിൻ ഉമ്മി ഔഫ ദിന്ന എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തന്റെ മുഅല്ലഖ ആരംഭിക്കുന്നത്. സൗജത്തുഹു സാനിയ. എന്നാൽ സുഹൈർ ബിൻ അബി സലമയുടെ രണ്ടാമത്തെ ഭാര്യയാണ് കബിഷ ബിൻത് അമ്മാർ. ഈ സുഹൈർ ബിൻ അബി സലമ തന്റെ ആദ്യ വിവാഹത്തില് ഉമ്മു ഔഫയില് കുട്ടികൾ ജനിക്കാത്തതിന്റെ കാരണത്താലാണ് സുഹൈർ രണ്ടാം ഭാര്യയായിട്ടുള്ള കബിഷ ബിൻത് അമ്മാറിനെ വിവാഹം ചെയ്യുന്നത്. കബിഷ ബിൻത് അമ്മാറുമായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവ രീതികളെല്ലാം ശരിയാവാതെ തോന്നി, തനിക്ക് പ്രയാസമായി തോന്നിയപ്പോൾ കബിഷ ബിൻത് അമ്മാറിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. പിന്നീട് 20 വർഷങ്ങൾ, അപ്പൊ ഒരു 20 വർഷമായിട്ടുണ്ട്. ഈ കബിഷ ബിൻത് അമ്മാറിലാണ് കഅബ്, ബുജൈർ, സാലിം എന്നീ മക്കളൊക്കെ ജനിക്കുന്നത്. അങ്ങനെ കബിഷ ബിൻത് അമ്മാറിനെ ഒഴിവാക്കുകയും പിന്നീട് ആദ്യ ഭാര്യയായിട്ടുള്ള ഉമ്മു ഔഫയിലേക്ക് 20 വർഷത്തിന് ശേഷം തിരിച്ചു പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉമ്മു ഔഫ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. റാവിയൽ ലഹു. ഇനി സുഹൈർ ബിൻ അബി സലമ ഔസ് ബിൻ ഹജ്ർ എന്ന് പറയുന്ന തന്റെ മാതാവിന്റെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് കവിത പഠിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ റാവിയായിട്ട്, റിപ്പോർട്ടറായിട്ട് സുഹൈർ ബിൻ അബി സലമ കഴിയുന്നുമുണ്ട്. അപ്പൊ റാവിയൽ ലഹു ഔസ് ബിൻ ഹജ്റിന്റെ റാവിയായിരുന്നു സുഹൈർ ബിൻ അബി സലമ. ഇനി സുഹൈർ ബിൻ അബി സലമയിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട വരികളാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ മത്ലഅാണ് അമീൻ ഉമ്മി ഔഫ. അപ്പൊ ഉമ്മി ഔഫ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണം അത് സുഹൈർ ബിൻ അബി സലമയുടെ ആഷിഖത്തും ആദ്യത്തെ ഭാര്യയൊക്കെയാണെന്ന്. അമീൻ ഉമ്മി ഔഫ ദിന്ന ലം തകല്ലമി ബിഹൗമാനത്തി ദറാദി ഫൽ മുതസല്ലമി. കേട്ടറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ ചോദിച്ചിട്ട് ആ വരി കൊടുത്തിട്ട് അത് ആരുടെ വരിയാണെന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വരി തന്നെയാണ് ഫലാ തക്തുമന്നല്ലാഹു മാ ഫീ നുഫൂസികും ലിയഖ്ഫ വമഹ്മാ യക്തുമില്ലാഹി അലമി. അതായത് നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് എന്ത് കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിലും എല്ലാം അള്ളാഹു തആല അറിയുന്നുണ്ട് എന്ന് പറയുന്നു. മൂന്നാമത്തേത് ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഈ 2024 ഇപ്പൊ കഴിഞ്ഞ കാറ്ററ്റ് എക്സാമിന് ചോദിച്ച പുതുതായുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. മുമ്പ് ഇതുപോലെ പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാടൊന്നുമില്ല, ഓരോ കവിയെ കുറിച്ചിട്ടും ചില പ്രധാനപ്പെട്ട വരികളുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് കാലം ജീവിച്ച് മടുത്തപ്പോൾ അദ്ദേഹം പറയാണ്, ഇത്ര കാലം ജീവിച്ചാൽ എന്തായാലും ആർക്കായാലും മടുപ്പ് തോന്നും എന്നുള്ള രൂപത്തിൽ അദ്ദേഹം കവിത രചിച്ചതാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മുഅല്ലഖകളിലെ വരിയാണ് കേട്ടോ. അതാണ് മീമിൽ അവസാനിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുഅല്ലഖ മീമിയ ആണെന്ന്. ഇനി നസറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അവ്വലുമൻ ഖാല അമ്മാ ബഅദ് ഫിൽ ഖുതുബ. പ്രസംഗത്തില് ആദ്യമായി കൊണ്ട് അമ്മാ ബഅദ് പറഞ്ഞത് ആരാണ്? ഹുസ്ബിൻ സഅദ് അൽ ഇയാദി, അൽ ഖത്തീബുൽ ബഗ്ദാദി, അംർ ബിൻ മഅദ് യക്റബ്, താരിഖ് ബിൻ സിയാദ്. ഇതും ഒരുപാട് തവണ നമ്മൾ പരിചയമുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഹുസ്ബിൻ സഅദ് അൽ ഇയാദിയാണ് ആദ്യമായി കൊണ്ട് അമ്മാ ബഅദ് പറഞ്ഞിട്ടുള്ളത്. ഹുസ്ബിൻ സഅദ് ബിൻ ഹുദാഫ അൽ ഇയാദി ഹുവ അസ്ഖഫു മിൻ നജ്റാൻ. നജ്റാനിൽ നിന്നുള്ള ഏറ്റവും കഴിവുള്ള ഏറ്റവും മികച്ച ആളായിരുന്നു
ഖുസ് ബിൻ സഅദ് അൽ ഇയാദി. ഇന്നഹു കാന അവ്വലു അറബിയിൻ ഖത്തബ മുത്തക്കിയൻ അല സൈഫി അവിൽ അസ. ഒരു വടിയിൽ അല്ലെങ്കിൽ ഒരു വാള് ഊന്നി പിടിച്ചുകൊണ്ട് അതിൽ ചാരി നിന്നുകൊണ്ട് പ്രസംഗിച്ച ആദ്യത്തെ അറബിയാണ് ഖുസ് ബിൻ സഅദ് അൽ ഇയാദി. ഖൗലുഹു, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗത്തിലെ ഒരു തുടക്കാണ് അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശമാത് വമൻ മാതഫാത്. ഖുസ് ബിൻ സഅദ് അൽ ഇയാദി ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തനായിട്ടുള്ള പ്രാസംഗികനാണ്. അദ്ദേഹം നജ്റാനിലെ ഏറ്റവും അസ്കഫ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെ ചോദിക്കലുണ്ട് ചില എക്സാമിന്, ഹു അസ്കഫു മിൻ നജ്റാൻ, ആരാണെന്ന്. ഖുസ് ബിൻ സഅദ് അൽ ഇയാദിയാണ്. പിന്നെ വാളിൽ അല്ലെങ്കിൽ ഒരു വടിയിൽ ഊന്നി പിടിച്ചുകൊണ്ട് ആദ്യമായി പ്രസംഗിച്ച അറബി എന്ന് പറയുന്നത് ഖുസ് ബിൻ സഅദ് അൽ ഇയാദിയാണ്. അദ്ദേഹമാണ് ആദ്യമായി കൊണ്ട് അമ്മാ ബഅദ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഒന്ന് നോട്ട് ചെയ്യുക. അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശമാത് വമൻ മാതഫാത്. ഇനി അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ഇസ്ലാമി. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ സുഹൈറിന്റെ ഒരു ബൈത്ത് ചോദിച്ചിരുന്നു, മുഅല്ലഖയുടെ മറ്റു പേര് ചോദിച്ചിരുന്നു, പിന്നെ ഇപ്പൊ ചോദിച്ചത് ഖുസ് ബിൻ സഅദ് അൽ ഇയാദിയെ കുറിച്ചുള്ള ഒരു ചോദ്യം. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനി അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടത്തിൽ നിന്നാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ. അതിൽ തന്നെ ഫസ്റ്റ് അഷ്അർ, പോയട്രി ആണ് പറയുന്നത്. ഇസ്തഹറ ഹസ്സാൻ ഇബ്നു സാബിത്ത്. നമുക്കറിയാം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുഹറം കവികളിൽപ്പെട്ടതായിരുന്നു. അതായത് ജാഹിലിയ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു. ഇനി ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഏത് പേരിലായിരുന്നു ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്? ഷാഇറുൽ അസ്സാൽ, ഷാഇറുൽ റസൂൽ, ഷാഇറുൽ വസ്ഫ്, ഷാഇറുൽ ഫഖർ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഷാഇറുർ റസൂൽ എന്നുള്ള പേരിലായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. അഷ്അറു ശുഅറാഉൽ മുഹറമീൻ, നമ്മൾ മുഹ്ലറം എന്നാണ് ഒരുപാട് തവണ വായിക്കലും കേട്ടിട്ടുള്ളതും. മുഹ്ലറം എന്നല്ല, മുഹറം എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അത് ജസ്റ്റ് നോക്കാം. അഷ്അറു ശുഅറാഉ അൽ മുഹറം അദ്ദേഹം ആണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് മുഹറം കവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി. ലുക്കിബ ബി ഷാഇറുൻ നബിയ്യ്, ഷാഇറുൻ നബിയ്യ് എന്നുള്ള പേരിൽ സ്ഥാനപ്പേരുണ്ട്. ഷാഇറുർ റസൂൽ, ഷാഇറുൽ ഇസ്ലാം, റഈസുൽ ബദീഈൻ. ഇത്രയും പേരിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നുണ്ട്. ഷാഇറുൻ നബിയ്യ്, ഷാഇറുർ റസൂൽ, ഷാഇറുൽ ഇസ്ലാം, റഈസുൽ ബദീഈൻ. കാന അൻസാരിയൻ മിൻ ബനി നജ്ജാർ ഖസ്റജ്, ഖസ്റജ് ഗോത്രത്തിലുള്ള ബനു നജ്ജാറിലെ ഒരു അൻസാരിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആശ 120 സന 60 ഫിൽ ജാഹിലിയ 60 ഫിൽ ഇസ്ലാം. 120 വർഷത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. 60 വർഷം ജാഹിലിയ കാലഘട്ടത്തിലും 60 വർഷം ഇസ്ലാമിക കാലഘട്ടത്തിലും. അക്സർ ഷിഅറുഹു ഫിൽ ഹിജാസ്, നമുക്കറിയാം ഷാഇറുർ റസൂൽ എന്നും ഷാഇറുൻ നബി എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് അറിയപ്പെട്ടിരുന്നത് ഹിജായിലായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിനെയും ഒക്കെ ആക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ട് ഹിജായിലായിരുന്നു കൂടുതൽ കവിതകളും രചിച്ചിരുന്നത്. മദഹൽ അസ്സാസിന വൽ മുനാദറ വഫിൽ ഹീറ, ജാഹിലിയ കാലഘട്ടത്തിൽ അസ്സാസിനെയും മുനാദറയെയും ഹീറയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സന്ദർഭം കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇത്രയും ശത്രുക്കള് നമ്മുടെ ഇസ്ലാം മതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജായ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രയാസമാണ് നിങ്ങളെ തിരിച്ച് മറുപടി നൽകുന്നതിൽ തടയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തയ്യാറാണ്, ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാം, ഞാൻ കവിത പാടാം എന്ന് പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ട്, കൈഫ തഹ്ജൂഹും വഅന മിൻഹും, നീ എങ്ങനെയാണ് അവരെ ആക്ഷേപിക്കുക? ഞാൻ അവരിൽപ്പെട്ടവരല്ലേ? അപ്പൊ ഖുറൈശികളെ നീ എങ്ങനെയാണ് ആക്ഷേപിക്കുക? ഞാനും അവരിൽപ്പെട്ടവരല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നുണ്ട്, അസ്ലകു മിൻഹും കമാ തസ്ലു ശഅറ മിനൽ ഇജ്ജീൻ, ഈ വെണ്ണയിൽ നിന്ന് മുടിയുടെ നാര് എങ്ങനെയാണോ നമ്മൾ മാറ്റി നിർത്തുന്നത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെ ഞാൻ ഹിജാസ് ചെയ്തോളാം. ഇതൊക്കെ നോട്ട് ചെയ്യാം. കൈഫ തഹ്ജൂഹും വഅന മിൻഹും എന്നുള്ളത് ആര് ചോദിച്ചാണ് ചോദിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് ചോദിക്കപ്പെടുന്നത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഈ കേട്ടറ്റ് എക്സാം കഴിഞ്ഞപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി പണ്ടുണ്ടായിരുന്ന ആ ഒരു കേട്ടറ്റ് എക്സാമിന്റെ ആ ഒരു രീതിയല്ല, ആ ഒരു പാറ്റേൺ അല്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻക്കുള്ളത്. കുറച്ചും കൂടി വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ നടക്കുന്ന എല്ലാ എക്സാമുകളും അങ്ങനെ തന്നെയാണ്. PSC എക്സാം ആണെങ്കിലും ആ ഒരു PSC ലെവലിൽ നിന്ന് പണ്ടുണ്ടായിരുന്ന PSC ലെവലിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇപ്പൊ നെറ്റ് എക്സാമിന്റെ ഒക്കെ ഒരു രീതിയാണ് PSC വരെ ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിനിതാക്കാതെ നമ്മൾ പുതിയതായില്ല, ഇപ്പൊ നമ്മളിപ്പോ എന്തൊരു കാര്യം അറിവ് കിട്ടുകയാണെങ്കിലും ഇത് കേട്ടറ്റിന് ചോദിക്കൂലല്ലോ, ഇത് PSCക്ക് ചോദിക്കൂലല്ലോ, ആ രീതിയിൽ നിന്ന് മാറിയിട്ട് കിട്ടുന്ന അറിവൊക്കെ നമ്മൾ എന്താണ് അത് ശേഖരിക്കുക, അത് മനസ്സിലാക്കുക. അതാണ് ഇനിയുള്ള നമ്മുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചെങ്കിലാണ് നമുക്ക് ഏത് എക്സാമും, ചിലപ്പോൾ കേട്ടറ്റിന് ചോദിക്കുന്നത് PSCയിൽ ചോദിക്കും, PSCയിൽ ചോദിക്കേണ്ടത് കേട്ടറ്റിന് ചോദിക്കും. നമ്മളും അതിന്റെ ആ ഒരു ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും മതിയാവും. ഇനി മറ്റൊരു ചോദ്യം, ഇന്ന റസൂലുൽ സൈഫുൻ ഇസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു ഖാലൽ ബൈത്ത്. ആരുടെ ബൈത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ അഹ്മദ് ഷൗക്കി, ഓപ്ഷൻ ബി കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ ഡി ഹാഫിൾ ഇബ്രാഹിം. നമുക്ക് ആൻസർ നോക്കാം. കഅബ് ബിൻ സുഹൈറിന്റെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ബാനത്ത് സ്വാദിലെ ഒരു വരിയാണ് ഇന്ന റസൂല സൈഫുൻ ഇസ്തലാഉ ബിഹി. ഇന്ന റസൂല തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലസൈഫുൻ ഇസ്തലാഉ ബിഹി പ്രകാശം പരത്തുന്ന ഒരു വാൾ തന്നെയാണ്. മുഹന്നദുൻ അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മിൻ സുയൂഫില്ലാഹി മസ്ലൂൽ, മസ്ലൂൽ എന്ന് പറയുമ്പോൾ ഊരിപ്പിടിച്ചിട്ട് അള്ളാഹുവിന്റെ വാളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രകാശം പരത്താൻ വേണ്ടിയുള്ള ഒരു വാൾ തന്നെയാണ് റസൂല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് കഅബ് ബിൻ സുഹൈർ തന്റെ ബാനത്ത് സ്വാദിൽ പാടിയിട്ടുള്ള വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കഅബ് ബിൻ സുഹൈർ കുനിയത്തുഹു അബുൽ മുളറബ് അബു അഖബ. അബുൽ മുളറബ് അബു അഖബ എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. നശഅഫി ഗത്ഫാൻ. നമുക്കറിയാം കഅബ് ബിൻ സുഹൈർ എന്ന് പറഞ്ഞാൽ ആരാണ്? സുഹൈർ ബിൻ അബി സലമയുടെ മകനാണ്. അപ്പൊ രണ്ടുപേരും ഗത്ഫാൻ ഗോത്രത്തിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. ഹജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഒരുപാട് ഹിജാസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് അഹ്ദർ റസൂൽ ദമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ദഖലൽ ഇസ്ലാം വമദഹ റസൂൽ ബിലാമിയത്തിൽ മഷ്ഹൂറ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന കഅബ് ബിൻ സുഹൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേറെ ഒരു മാർഗ്ഗമല്ല, എല്ലാവരും എന്നെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ്, നബിയുടെ ആ ഒരു സന്നിധിയിൽ വെച്ചിട്ടാണ് ബാനത്ത് സ്വാദ് പാടുന്നത്. ആദ്യം തന്നെ ബാനത്ത് സ്വാദില് തന്റെ ആശിക്കത്തായിട്ടുള്ള സ്വാദിനെ കുറിച്ച് പറയുന്നു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് ചെയ്യുന്ന ആ ഒരു വരികളിലേക്ക് അദ്ദേഹം എത്തുന്നത്. ബാനത്ത് സ്വാദ് എന്ന് പറയുന്നത് ലാമിയത്തിൽ മഷ്ഹൂറാണ്, ലാമിലാണ് അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന റസൂൽ സൈഫുൽ ഇസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അപ്പൊ ലാമിലാണ് അവസാനിക്കുന്നത് ബാനത്ത് സ്വാദ്. ഫിൽ ബഹ്റിൽ ബസീത്ത്, ബസീത്ത് ബഹ്റിലാണ് ബാനത്ത് സ്വാദ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ നോട്ട് ചെയ്യട്ടോ, ഓരോ പോയിന്റ് നോട്ട് ചെയ്യാം. ബാനത്ത് സ്വാദ് കഅബ് ബിൻ സുഹൈറിന്റേതാണ്. ബസീത്ത് ബഹ്റിലാണ്. 58 വരികളാണ് അതിനുള്ളത്. കഅബ് ബിൻ സുഹൈറിന്റെ പിതാവായിട്ടുള്ള സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖുകൾക്ക് നമുക്ക് 59 വരികളാണെന്നും 60 വരികളാണെന്നും പറയപ്പെടാറുണ്ട്. അപ്പൊ 51 പിതാവിനാണെങ്കിൽ 58 വരികളാണ് കഅബ് ബിൻ സുഹൈർ തന്റെ മകനായിട്ടുള്ള കഅബിന്റെ ബാനത്ത് സ്വാദിനുള്ളത്. അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ആഷിഖത്തുഹു സുആദ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആഷിഖത്തിന്റെ പേര് സുആദ് എന്നായിരുന്നു. മത്ലഉഹു, അതിന്റെ തുടക്കാണ് ബാനത്ത് സ്വാദ്. വഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമൻ ഇസ്രിഹാ ലം യഖദ് മഖ്ബൂലു. ഈ സ്വാദിന് ഒരുപാട് നാള് വേർപിരിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള ആ ഒരു വിദൂരത്തിനെ കുറിച്ചിട്ടാണ് അവിടെ ആദ്യം പറയുന്നത്, ഈ ഒരു വരിയിൽ പറയുന്നത്. അഫഅൻഹു റസൂൽ ഖല അലൈഹി ബുദ്ദതു. ഇത്രയൊക്കെ ഹിജാസ് ചെയ്തെങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും ഈ ഒരു കവിത ചൊല്ലുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എന്നിട്ട് ഖല അലൈഹി ബുർദതു, നബി അണിഞ്ഞിരുന്ന ആ ഒരു ബുർദ, ആ ഒരു ഷോള് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ അണിയിപ്പിക്കുന്നുണ്ട്. മദഹ ഫീഹി റസൂൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് കഅബ പറയുന്നുണ്ട്, നബ്ബഅതു എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദഅനി എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്, വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു റസൂലിന്റെ അടുത്ത് ഈ വിട്ടുവീഴ്ച എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ്. മഅ്മൂൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ത് തെറ്റ് ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്യും എന്നാണ് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ആ ഒരു ബൈത്തിൽ ആ ഒരു ബാനസ്വാദില് കഅബ ഇബ്നു സുബൈർ പാടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വരി തന്നെയാണ് ഇന്ന റസൂലൽ നൂർ യുസ്തല്ലാഹു ബിഹി മുഹമ്മദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇനി നസ്റിന്റെ ഭാഗത്ത്, അപ്പോൾ ഷിയറിന്റെ ഭാഗത്ത് നിന്ന് ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇനി പ്രോസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇസ്ലാമിക കാലഘട്ടമാണ്. അക്മിൽ ആയ താഴെ കൊടുത്തുള്ള ആയത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്. യാ ബനി ആദം ഖുദു സീനത്തകും ഇൻദ കുല്ലി ഡാഷ് സ്വലാത്ത് ഇബാദത്ത് അസ്സക്കന് അൽ മസ്ജിദ്. എല്ലാവരും ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. മസ്ജിദ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതായത് യാ ബനി ആദം, ആദം സന്തതികളെ നിങ്ങൾ എന്താണ് ഖുദൂ സീനത്ത്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അലങ്കാരം അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യത്തേക്ക് ഒന്ന് സ്വീകരിക്കുക. ഇന്ന കുല്ലി മസ്ജിദ്, എല്ലാ മസ്ജിദിന്റെ അടുത്തും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഔറത്തുകളൊക്കെ മറച്ച് നല്ല മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാഹു തആല യാ ബനി ആദം ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ് വകുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്ത് തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു നിങ്ങൾ അതിൽ ദുർവ്യയം ചെയ്യരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ തീർച്ചയായും അല്ലാഹു ദുർവ്യയം ചെയ്യുന്ന ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമുക്കറിയാം ഔറത്ത് മറച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം, ശുദ്ധിയുള്ള വസ്ത്രം വേണം നമ്മൾ നിസ്കാരത്തിന്റെ സമയത്ത് ഉപയോഗിക്കാൻ. അതാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഐ യാ ബനി ആദം കൂനു ഇൻദ അദാഇ കുല്ലി സ്വലാത്തിൻ, നിങ്ങൾ എല്ലാ നിസ്കാരം നിർവഹിക്കുന്ന സമയത്തും ആവുക അലാ ഹാലത്തിൻ മിന സീനത്തിൽ മശ്റൂഅ മിൻ സിയാബിൻ സാത്തിറ, ഒരു മറക്കപ്പെട്ട ഒരു വസ്ത്രമാണ്, ഔറത്ത് മറക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ ഔറാത്തിക്കും വനലാഫത്തിൻ വതഹാറ, ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രമാണ്. വനഹ്ദാലിക, അതുപോലെയുള്ള ശുദ്ധിയുള്ള വൃത്തിയുള്ള ഔറത്ത് മറക്കുന്ന ഒരു നല്ല വസ്ത്രമായിരിക്കണം. ഇവിടെ നമ്മുടെ ഖുർആൻ ആയത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യാ ബനി ആദം ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദിൻ. അപ്പൊ കുല്ലി മസ്ജിദ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അൽ മസ്ജിദ് അല്ല കേട്ടോ, കുല്ലി മസ്ജിദിൻ എന്നുള്ളതാണ്. അത് നോക്കുക. അപ്പൊ സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്താണ്. അപ്പൊ ഖുർആനും കുറച്ച് പരിചയം ഉണ്ടാവണം ഇപ്പോഴുള്ള നമ്മുടെ കാറ്റഗറി എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്. നെക്സ്റ്റ് വസ്തഈനു ബിസ്സബ്രി ഡാഷ് വഇന്നഹ അൽ കബീറ ഇല്ലാ അലൽ ഖാശിഈൻ. ഇത് ഒരു ഖുർആൻ ആയത്താണ്. വസ്തഈനു നിങ്ങൾ സഹായം ചോദിക്കുക, ബിസ്സബ്രി ക്ഷമ കൊണ്ടും, വ ഡാഷ് പിന്നെ എന്തുകൊണ്ടാണ്, ഇന്നഹ തീർച്ചയായും അത് അൽ കബീറത്ത് വളരെ അധികം പ്രയാസം ഉള്ളതായി തോന്നും, ഇല്ലാ അലൽ ഖാശിഈൻ ഭയഭക്തിയുള്ള ആളുകൾക്കല്ലാതെ അത് വലിയ പ്രയാസമായിട്ട് തോന്നും. ഓപ്ഷൻ എ അസ്സകാത്ത്, ഓപ്ഷൻ ബി അസ്സബാത്ത്, ഓപ്ഷൻ ബി അസ്സോലിഹാത്ത്. ഓക്കെ, അസ്വലാത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടും ക്ഷമ അവലംബിച്ചുകൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വഇന്നഹ തീർച്ചയായും അത് ലകബീറത്തുൻ വളരെ പ്രയാസമായിട്ട് തോന്നും, ഇല്ലാ അലൽ ഖാശിഈൻ ഭയഭക്തർക്കല്ലാതെ അത് വലിയ പ്രയാസമുള്ള സംഭവമായിട്ട് തോന്നും. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷറഹ് ഐ വസ്തഈനു നിങ്ങൾ സഹായം ചോദിക്കുക, ഫി കുല്ലി ഉമൂരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, ബിസ്സബ്രി ക്ഷമ കൊണ്ട്, ബിജമീഇ അൻവാഇ മുഴുവൻ കാര്യങ്ങളിലും, വകദാലിക സ്വലാ അതുപോലെ തന്നെ നിസ്കരിച്ചുകൊണ്ടും, ഇന്നഹാ ലശാക്ക അതെന്തായിരിക്കും പ്രയാസമായിട്ട് തോന്നും, ഇല്ലാ അൽ ഖാശിഈൻ ഭയഭക്തി ഉള്ള ആളുകൾക്കല്ലാത്തവർക്കൊക്കെ എന്താണ് അത് വലിയ പ്രയാസമായിട്ട് തോന്നും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യന്, ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ മൻ ശഖ്സുൽ മദ്കൂർ ഫിൽ ആയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ മുഖം സുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഒരു അന്ധനായ ഒരു വ്യക്തി വന്ന സമയത്ത്
അപ്പോൾ ഏത് വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ബിലാൽ ഇബ്നു റബാഹ്, അബൂ ഹുറൈറ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം, അബൂ ഉബൈദത്തുൽ ജറാഹ്. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ആണ്. ഓക്കെ, ഇനി അതിന്റെ സന്ദർഭം ഇവിടെ കൊടുക്കുന്നുണ്ട്. ذكر غير واحد من المفسرين أن رسول الله صلى الله عليه وسلم. ഒരു മുഫസ്സിരീൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൻ യുഖാതിബു ബഅദ ഉലമാഇ ഖുറൈശ്. ഖുറൈശിലെ ചില ആളുകളുമായിട്ട് അഭിസംബോധന നടത്തിയിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു. വഖദ് തമഅ ഫി ഇസ്ലാമിഹി. നബിയാണെങ്കിൽ നബി അവരുമായി സംസാരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ്? അവർ ഒന്ന് ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ, ഒന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ നബി അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട ആ ഒരു സമയത്തിനിടയിൽ ഇത് അഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ഈ വരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആണെങ്കിൽ പഴയതേ ആദ്യമായി കൊണ്ടേ അങ്ങോട്ട് വരുന്നതിന് മുമ്പേ ആദ്യമേ ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ആ സദസ്സിലേക്ക് കയറി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചിട്ട് പിന്നെയും അടുത്ത ചോദ്യം, പിന്നെ അതുമായി ബന്ധപ്പെട്ട വേറെ ചോദ്യം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും ആ ഒരു ചോദിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ചോദ്യം ഒന്ന് അവസാനിപ്പിച്ചത്, എന്നിട്ട് മറ്റുള്ള പഴയ ആദ്യമേ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തികളോട് സംസാരിക്കാനാണ് നബി ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? മറ്റുള്ള ആളുകള് ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് എത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കാൻ. അപ്പൊ ഓൾറെഡി ഇസ്ലാം സ്വീകരിച്ച് വന്ന ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമയം കളയുന്നതിലുപരി മറ്റുള്ള വ്യക്തികളുമായിട്ട് സംവദിച്ച് അവരിലെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അവരെ കൽപ്പിക്കുകയും ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖത്തെ തിരിച്ചു കളഞ്ഞു. അതായത് തിരിച്ചു കളഞ്ഞു. എന്നിട്ട് നബി മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് വിശുദ്ധ ഖുറാനിലെ ആയത്ത് ഇറങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമുള്ള ആ ഒരു സന്ദർഭത്തെ സൂചിപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ് അബസ വതവല്ല, നിങ്ങൾ മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അൻജാഹുൽ അഅമ, ആ ഒരു അന്ധനായ ഒരു വ്യക്തി വന്ന സമയത്ത് ആ അന്ധനായ വ്യക്തി ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമാണ്. വമാ യുദ്രീക ലഅല്ലഹു യസക്ക ഐ യഹ്സുലു ലഹു സകാത്തുൻ വതഹാറത്തുൻ ഫീ നഫ്സിഹി. അതായത് നബി ആ ഒരു കാര്യത്തിൽ നിന്ന് വിശുദ്ധി നേടാൻ വേണ്ടിയിട്ട് ഒരു അള്ളാഹു താല സൂചിപ്പിച്ചിട്ട് ഉള്ള ഒരു ആയത്താണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അന്ധനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമാണ്. ഇത് നോട്ട് ചെയ്യാം. 2020 കേട്ടറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, അഴമാ സോറ ഷഹീദൻ, ഒരു അന്ധനായ വ്യക്തിയാണ്, അദ്ദേഹം പിന്നീട് ഷഹീദായി തീർന്നു. ആരാണ് ആ ഒരു വ്യക്തി? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആൻസർ. വീണ്ടും നമ്മുടെ ഈ കേട്ടറ്റ് എക്സാമിന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വന്നേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, വഇദാ തവല്ല സഅ ഫിൽ അർളി ലിയഫ്സിദ ഫീഹാ വയഹ്ലികൽ ഹർസ് വന്നസ്ൽ, അൽ മുറാദ് ബിൽ ഹർസ് വന്നസ്ൽ അൽ ബഹർ അൽ ബർ വൽ ബഹർ അൽ ഇയാൽ അൽ ഔലാദ് വശുയൂഖ് അൽ നബാതാത് വൽ ഹയവാനാത്. ഇവിടെ എന്താണ് ഹർസ് നസ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അന്നബാതാത്ത് വൽ ഹയവാനാത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അൽ ഹർസ് അന്നസ്ൽ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നബാതാത്ത് വൽ ഹയവാനാത്ത്. അതായത് സൂറത്തുൽ ബക്കറയിലെ
205 ആയത്താണ് നമുക്ക് കാണാൻ സാധിക്കും. അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ജീവനൊടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഹർസ് നെസ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹർസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിളവെടുക്കാനായിട്ടുള്ള ആ ഒരു ഈൽഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു നബാത്താത്ത് ചെടികളെ കുറിച്ചാണ് പറയുന്നത്. നെസ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയവാനാത്താണ്, ജീവനൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മൃഗങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സൂറത്തുൽ ബക്കറയിലും 205 ആയത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു ചോദ്യം, وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض من الذين تخلفوا عن الجهاد. 3 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്ത് ചെയ്തു? പിന്തിപ്പിച്ചു, അവരുടെ കാര്യങ്ങളെ പിന്തിപ്പിച്ചു. ഭൂമി അവരുടെ മേൽ പ്രയാസമാകുന്നത് വരെ അവരുടെ കാര്യങ്ങൾ പിന്തിപ്പിച്ചു. അപ്പോ ആരാണ് ജിഹാദില് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിൽ നിന്ന് പിന്തിപ്പിച്ച 3 വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ജാബിർ ബിൻ അബ്ദുള്ള, മുറാറത്ത് ബിൻ റബിഅ, കഅബ് ബിൻ മാലിക്. ഓപ്ഷൻ ബി ഹിലാൽ ബിൻ ഉമയ്യ, അബൂ സുഫിയാൻ ബിൻ ഹർബ്, കഅബ് ബിൻ മാലിക്. ഓപ്ഷൻ സി ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിഅ, കഅബ് ബിൻ മാലിക്. ഓപ്ഷൻ ഡി ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിഅ, മുസ്തഅ ബിൻ അസാസ്. സൂറത്ത് തൗബയിലെ 118 ആയത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിഅ, കഅബ് ബിൻ മാലിക്. സൂറത്തു തൗബയിലെ 118 ആയത്ത്, അസലാസത്തുല്ലദീന ഖല്ലഫൂഹും, തന്റെ കാര്യങ്ങളെ പിന്തിപ്പിച്ച 3 ആളുകൾ ആരൊക്കെയാണ്? കഅബ് ബിൻ മാലിക് സലമി, വ മുറാറത്ത് ബിൻ റബിഅ അൽ ആമിരി, വ ഹിലാൽ ബിൻ ഉമയ്യ അൽ വാഖിഫി, വ കുല്ലുഹും മിനൽ അൻസാർ റളിയല്ലാഹു അൻഹും. ഇവരെല്ലാവരും എന്താണ്? അൻസാരികൾപ്പെട്ട ആളുകളാണ്. ലൈസൽ മുറാദു ബിൽ ഖൗലിഹി, ഈ ഹല്ലഫു എന്നുള്ള കൗലിന്റെ ഉദ്ദേശമല്ല തഖല്ലഫു അൻ ഗസ്വതി തബൂക്ക്, ഇവര് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിപ്പിച്ചവര് അല്ലെങ്കിൽ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരുന്നവർ എന്ന് മാത്രമല്ല, വലാകിനൽ മുറാദ്, പക്ഷെ അതിന്റെ ഉദ്ദേശം അന്നഹു ലം യഅ്തദിറു കദിബൻ കൽ മുനാഫിഖീൻ, മുനാഫിക്കുകളെ പോലെ ഇവര് കളവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബൽ സ്വദഖു, പക്ഷെ അവര് സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഫഅർജഉ വഅഖറു, അവര് അവരുടെ കാര്യങ്ങളെ പിന്തിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹത്ത യൻസലല്ലാഹു ഫീഹിം, അതായത് അവര് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുകയും എന്നിട്ട് അതിൽ നിന്നുള്ള ആ ഒരു തൗബയെ അവര് പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. വഅഖറു, അവർ പിന്തിപ്പിച്ചു. ഹത്ത യൻസലല്ലാഹു ഫീഹിം, അല്ലാഹു തആല അവരിൽ ഇറക്കുന്നത് വരെ. ഫഅൻസലല്ലാഹു തൗബ, അങ്ങനെ അല്ലാഹു തആല അവരുടെ പശ്ചാത്തലത്തെ കുറിച്ചിട്ട് സൂറത്തു തൗബ എന്നതിൽ 118 ഒരു ആയത്ത് അവരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതുവരെയും അവരെന്താണ്? അവരുടെ ആ തൗബയെ അവര് ദീർഘിപ്പിച്ചു, പിന്തിപ്പിച്ചു. അങ്ങനത്തെ 3 വ്യക്തികളാണ് ഇവിടെ പറയുന്നത്. ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിഅ, കഅബ് ബിൻ മാലിക്. അപ്പൊ ഇസ്ലാമിക കാലവുമായി ബന്ധപ്പെട്ടതിൽ ക്രോസിൽ ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട നമുക്ക് അധികം പരിചയമില്ലാത്ത ചില ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നോട്ട് ചെയ്യാം. ഇനി മറ്റൊരു ചോദ്യം, ഇത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ചോദ്യമാണ്. കമാ വറദ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ തന്നെ നിഅമതാനി മഖ്ബൂൽ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ഒരുപാട് ആളുകൾ വഞ്ചിതരാകുന്ന 2 അനുഗ്രഹമുണ്ട്. ഏതൊക്കെയാണ് 2 അനുഗ്രഹം? അൽ ഇൽമു വൽ ഫറാഗ്, ഒഴിവ് സമയവും വിജ്ഞാനവും. അൽ ഇൽമു വസ്സിഹ, വിജ്ഞാനവും ആരോഗ്യവും. അസ്സിഹ്ഹത്തു വൽ അഖ്ൽ, ബുദ്ധിയും ആരോഗ്യവും. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. മിക്ക ആളുകളും അതിലാണ് വഞ്ചിക്കപ്പെടുന്നത്. അതായത് ഒഴിവ് സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ ആരോഗ്യം ഉള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യില്ല. എന്നിട്ട് നമുക്ക് നന്നാവണം അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം തോന്നിയ സമയത്താണെങ്കിൽ നമുക്ക് ആരോഗ്യവും ഉണ്ടാവില്ല. ഈ കാര്യത്തിലാണ് നമ്മൾ വഞ്ചിതരായി പോകുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഅമതാനി മിൻ നിഅമില്ല, അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങളിൽപ്പെട്ട 2 അനുഗ്രഹങ്ങൾ. അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ. ലാ യഅരിഫു ഖീമതുഹ, അതിന്റെ മൂല്യത്തെ കുറിച്ച് അറിയുന്നില്ല ആർക്കും.
ഏറ്റവും വലിയ നഷ്ടവും പരാജയവും അതിലാണ് സംഭവിക്കുന്നത്. അത് സിഹത്തുൽ ബദൻ ഫറാഹുൽ വഖ്ത്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയും ഫറാഹുൽ വഖ്ത്, ഒഴിവ് സമയവുമാണ്. ഇന്നൽ ഇൻസാന ലാ യതഫറഹു ലിത്ത്വഅ, മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിനെ വഴിപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ ഒഴിവ് സമയത്ത് മാറ്റിവെക്കുന്നില്ല. ഇല്ല ഇതക്കാന മുത്തഫയൻ സുഹീഹുൽ ബദന്, അവന്റെ ശരീര ആരോഗ്യമുള്ള അവസ്ഥയില് മുസ്തഗനിയൻ, ചില സമയത്ത് എന്തായിരിക്കും, നല്ല സമ്പന്നനായിരിക്കും, ക്യാഷ് എല്ലാം ഉണ്ടാകും. വലായിക്കൂന് സുഹിയൻ, പക്ഷെ ആരോഗ്യ സ്ഥിതി വളരെയധികം മോശമായിരിക്കും, ശരിയായ അവസ്ഥയായിരിക്കില്ല. വക്കതയക്കൂന് സുഹിയൻ, ചില സമയത്ത് ആരോഗ്യം എല്ലാം നോക്കിയായിരിക്കും. വലായിക്കൂന് മുസ്തഗനിയൻ, എന്നാൽ സമ്പന്നമായിട്ട് ഒരു സാമ്പത്തികമായിട്ട് അവർക്ക് ഒന്നിനും കഴിവില്ലാത്ത സമയമായിരിക്കും. ഫലായക്കൂന് മുത്തഫരിഗൻ ലിൽ ഇൽമി വൽ അമല് ലിശഗലഹു ബിൽ കസ്ബ്, ഫലായക്കൂന് മുത്തഫരിഗൻ, അവൻ എന്തായിരിക്കും, അവന്റെ ആ ഒരു ഒഴിവ് സമയം അവൻ ഉണ്ടാവുകയില്ല. ലിൽ ഇൽമി വൽ അമല്, വിജ്ഞാനത്തിനും പ്രവർത്തിക്കും വേണ്ടി. ലിശഗലിഹി ബിൽ കസ്ബ്, അവൻ എന്തായിരിക്കും, സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വ്യാപൃതനായിട്ടുണ്ടാകുക. ഫമൻ ഹസല ലഹു അൽ അമറാൻ വകസല അൻ ഇത്വാഅ ഫഹുവൽ മഹ്മൂൻ, ഇങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് ആരെങ്കിലും ഈ ഒഴിവ് സമയത്തൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിട്ടുണ്ടാവുമ്പോൾ, മടി കാരണത്താലൊക്കെ മുഴുകിയാണെങ്കിൽ അവരെന്താണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. ഐ അൽ ഹസാറത്തു ഫി തിജാറ, കച്ചവടത്തിൽ അവര് വളരെയധികം നഷ്ടം സംഭവിച്ച ആളുകളാണ്. അപ്പോൾ ആരോഗ്യ അവസ്ഥയും നല്ല ശരീരത്തിന്റെ ആരോഗ്യ അവസ്ഥയും ഒഴിവ് സമയവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹം. മിക്ക ആളുകളും വഞ്ചിതരാകുന്ന കാര്യങ്ങളും ആ രണ്ട് കാര്യമാണ്. അടുത്ത ചോദ്യം, നഹ്ജുൽ ബലാഗ മജ്മുഅത്തുൽ ഖുതബ് ലി, ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് നഹ്ജുൽ ബലാഗ എന്നുള്ളത്? ഓപ്ഷൻ എ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, ഓപ്ഷൻ ബി സിയാദ് ബിൻ അബീഹി, ഓപ്ഷൻ ബി അലി ബിൻ അബി ത്വാലിബ്, ഓപ്ഷൻ ഡി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം നഹ്ജുൽ ബലാഗ എന്നുള്ളത് അത് ക്രോഡീകരിച്ചിട്ടുള്ളത്, അത് ജംഅ ചെയ്തിട്ടുള്ളത് ഷെരീഫ് റളിയാണ്. ഷെരീഫ് റളിയാണ് നഹ്ജുൽ ബലാഗ ജംഅ ചെയ്തിട്ടുള്ളത്. ആരുടെ ഗ്രന്ഥമാണ് നഹ്ജുൽ ബലാഗ? ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് നഹ്ജുൽ ബലാഗ? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗങ്ങളാണ് നഹ്ജുൽ ബലാഗയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അലി ബിൻ അബി ത്വാലിബിന് അബ്ദുൽ മുത്തലിബിന് ഹാഷിം കാന വാരിസു റസൂൽ ഫിൽ അദബി വൽ ബലാഗ വൽ ഇൽമ്. അപ്പൊ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അറിവിലും അതുപോലെ തന്നെ ബലാഗയുടെ കാര്യത്തിലായാലും ലിറ്ററേച്ചറിന്റെ കാര്യത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനന്തരാവകാശി തന്നെയായിരുന്നു. അഹബ്ബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും നബി തന്റെ മകളായിട്ടുള്ള ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അല്ലത്തി ഉലിദത് ലഹു, അങ്ങനെ ഫാത്തിമ ബീവിയിൽ ജനിച്ച രണ്ട് മക്കളാണ് ഹസൻ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നഹ്ജുൽ ബലാഗയിലെ വിഷയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖുതബ്, അതിൽ പ്രസംഗങ്ങളുണ്ട്. അർ-റസാഇൽ, കത്തുകളുണ്ട്. അൽ ഹിക്കം, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ജമഅഹു, അത് ജംഅ ചെയ്തിട്ടുള്ളത് ഷെരീഫ് റളിയാണ്. ഷഹിദൽ ഗസ്വാത്ത് കുല്ലുഹ ഇല്ലാ തബൂക്ക്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധങ്ങളും പങ്കെടുത്തിട്ടുണ്ട്, തബൂക്ക് യുദ്ധം ഒഴികെ. അപ്പോ അലി റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്ത യുദ്ധം തബൂക്ക് യുദ്ധമാണ്. പിന്നെ അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. അലി റളിയല്ലാഹു അൻഹു പ്രാസംഗികനാണ്, അതുപോലെ തന്നെ ഷാഇറാണ്, അതങ്ങനെയാണ് ചോദിക്കലുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പ്രാസംഗികനും ഷാഇറും എല്ലാം തന്നെയാണ്. വളരെ കഴിവുറ്റ ഒരു കവിയും പ്രാസംഗികനും എല്ലാമായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. തന്റെ ഭരണം ഏറ്റെടുക്കുന്നത് ഹിജ്റ 35-ലാണ്. അങ്ങനെ 5 വർഷവും 3 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹു ഭരിക്കുന്നത്, ഹിജ്റ 40 വരെ. പിന്നീടാണ് നമ്മുടെ ഉമവി കാലഘട്ടം തുടങ്ങുന്നത്. ഇനി അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി ലിറ്ററേച്ചറിൽ നിന്ന് ഏതൊക്കെ ചോദ്യമാണ് വന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ലുക്കിബ ഡേഷ് ബി സഫാഹ്, ആ സഫാഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ യസീദ് ബിൻ മുആവിയ, ഓപ്ഷൻ ബി ഹജ്ജാജ് ബിൻ യൂസുഫ്, ഓപ്ഷൻ സി അബുൽ അബ്ബാസ്, ഓപ്ഷൻ ഡി സിയാദ് ബിൻ അബീഹി. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അബുൽ അബ്ബാസിനെയാണ് നമ്മൾ അസഫാഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവ്വൽ ഖുലഫാഉൽ അബ്ബാസിൻ,
അബ്ബാസിയ ഭരണാധികാരിയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് അബുൽ അബ്ബാസ് സഫാഹ്. ആലിമൻ അദീബൻ വഅഹദുൽ ജബ്ബാരീൻ അദ്ദുഹാത്ത് മിൻ മുലൂക്കിൽ അറബ് ബൂയ ലഹു ബിൽ ഖിലാഫത്തി ജഹ്റൻ ഫിൽ കൂഫ. കൂഫയിൽ വെച്ച് വളരെയധികം പരസ്യമായി കൊണ്ടാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ അബ്ബാസി ഭരണാധികാരിയാണ് അബുൽ അബ്ബാസ് സഫാഹ്. അദ്ദേഹത്തിനെയാണ് അസഫാഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി അബ്ബാസി ലിറ്ററേച്ചറിൽ നിന്ന് നമ്മുടെ പോയട്രിയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത് നോക്കാം. ഇഖ്തർ അത്തൊക്കുമുൽ ഖാത്തി. തൊക്കുമ എന്ന് പറയുമ്പോൾ പേയേഴ്സ്, ജോഡികള്. അപ്പൊ തെറ്റായിട്ടുള്ള ജോഡി ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓപ്ഷൻ എ അൽ മുതനബി ഷാഇറുൻ നഖായിൽ, ഓപ്ഷൻ ബി അബുൽ അത്താഹിയ ഷാഇറു സുഹദ്, ഓപ്ഷൻ സി അബുൽ ഖാസിം അഷ്ശാബി ഷാഇറുൽ ഖദ്റ, ഓപ്ഷൻ ഡി അബുൽ അല അൽ മഅദി അഷ്ശാഇറുൽ മുതശാഇം. ഇതില് നമ്മൾക്ക് ഈ ഒരു ചോദ്യത്തില് ഓപ്ഷൻ ഡി അബുൽ അലാൽ മാരി അഷാറുൽ മുത്തശായിം ആണോ അല്ലേ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ആൻസറിലേക്ക് വളരെ കൃത്യമായിട്ട് എത്താൻ പറ്റും. നമുക്കറിയാം ഷുഅറാഉൻ നഖായിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് പഠിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഷുഅറാഉൻ നഖായിലിനെ കുറിച്ച് പഠിക്കുന്നത്? വോയിസ് ഓഡിബിൾ അല്ലേ? ഹലോ, ഹലോ, വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിയബിൾ ആണ്. സ്ക്രീൻ ഉണ്ടോ? ഏത് കാലഘട്ടത്തിൽ? സ്ക്രീൻ കാണുന്നില്ല? ഉണ്ടല്ലോ ഉമവി കാലഘട്ടം. ഉമവി കാലഘട്ടത്തിലാണ് നമ്മൾ ഷുഅറാഉൻ നഖായിലിനെ കുറിച്ച് പഠിക്കുന്നത്. ഷുഅറാഉൻ നഖായിൽ നമ്മൾ എത്ര ആളുകളെയാണ് പഠിക്കുന്നത്? 3. 3 ആളുകൾ. ആരൊക്കെയാണത്? ജരീർ, ഫറസ്ദഖ്, അഖ്തല്. അതെ അതെ, അഹ്സൻത്, മാഷാ അല്ലാഹ്. ജരീർ, അഖ്തല്, ഫറസ്ദഖ്. അഖ്തല്, ജരീർ, ഫറസ്ദഖ് ഇവരെയാണ് 3 ഷുഅറാഉൻ നഖായിൽ നമ്മൾ അറിയപ്പെടുന്നത് ഉമവി കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചതിൽ മുത്തനബിയാണ് ഷാഇറുൻ നഖായിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. ഷാഇറുൻ നഖായിൽ അഖ്തലോ അല്ലെങ്കിൽ ജരീറോ അല്ലെങ്കിൽ ഫറസ്ദഖ് ആണ്. അപ്പോ ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ ആണ്, അൽ മുത്തനബി ഷാഇറുൻ നഖായിൽ എന്നുള്ളത്. അപ്പൊ നമുക്ക് അബുൽ അത്താഹിയ ഷാഇറു സുഹദ്, ഈ പരിത്യാഗ ജീവിതം, അങ്ങനത്തെ സന്യാസ ജീവിതം, ഷാഇറു സുഹദ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് അബുൽ അത്താഹിയാണ്. അബുൽ ഖാസിം ഷാബി ഷാഇറുൽ ഖദ്റ എന്നിലാണ് അറിയപ്പെടുന്നത്. അബുൽ ഖാസിം ഷാബി ഏത് കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്, കവിയാണ്? അബുൽ ഖാസിം ഷാബി അസ്റുൽ ഹദീസിലുള്ള ഒരു പ്രധാന കവിയാണ്. മുത്തനബിയും അബുൽ അത്താഹിയയും അബുൽ അലാൽ മാരി എല്ലാം അബ്ബാസി കവികളാണ്. അബുൽ ഖാസിം ഷാബി ഹദീസിലുള്ള അസ്റുൽ ഹദീസിലുള്ള കവിയാണ്. ഷാഇറുൽ ഖദ്റ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു മുത്തനബി അല്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് പഠിക്കണം. അബുൽ അത്താഹിയ ഷാഇറു സുഹദ് ആണ്, അബുൽ ഖാസിം ഷാബി ഷാഇറുൽ ഖദ്റ എന്നും അബുൽ അലാൽ മാരി ഷാഇറുൽ മുതശായിം എന്നും അറിയപ്പെടുന്നുണ്ട്. മുത്തശായിം എന്ന് പറയുമ്പോൾ പെസിമിസം, അശുഭാപ്തി വിശ്വാസം. അപ്പൊ അശുഭാപ്തി വിശ്വാസത്തിന്റെ കവിയായിട്ട് അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കവിയാണ് ഇബ്നു റൂമി. അബ്ബാസി കാലഘട്ടത്തിൽ തന്നെ ഇബ്നു റൂമി മുത്തശായിം കവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം കണ്ടാലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക. അബുൽ അലാൽ മാരി, ഇബ്നു റൂമി ഇവരൊക്കെ ഷാഇറുൽ മുത്തശായിമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നസറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. അബ്ബാസി കാലഘട്ടത്തില് അത്തഫ്സീർ അൽ മഷ്ഹൂർ ലിൽ ഇമാം അബി ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി. അബൂ ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ ത്വബരിയുടെ പ്രധാനപ്പെട്ട തഫ്സീർ താഴെ കൊടുത്തതിൽ ഏതാണ്? ഓപ്ഷൻ എ ജാമിഉൽ ബയാൻ വ തഅ്വീലുൽ ഖുർആൻ, ഓപ്ഷൻ ബി തഫ്സീറുൽ ഖുർആൻ കരീം, ഓപ്ഷൻ സി അൽ ജാമിഉൽ അഹ്കാമുൽ ഖുർആൻ കരീം, ഓപ്ഷൻ ഡി തൈസീറുൽ കരീം അർ റഹ്മാൻ ഫി തഫ്സീർ. എല്ലാവരും ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് പ്രധാനമായിട്ടുള്ള തഫ്സീറുകൾ അത് ആരുടേതാണ്, അതുപോലെ തന്നെ അത് ഏത് തരം തഫ്സീറാണ് അതുകൂടി നോട്ട് ചെയ്യാം. അപ്പൊ ഇനിയുള്ള പഠനങ്ങൾക്കൊക്കെ അങ്ങനെ വേണം നമുക്ക് പഠിക്കാൻ.
തഫ്സീറുകൾ ആരുടേതാണ്, അത് ഏത് തരത്തിലുള്ള തഫ്സീറുകളാണ്. നമുക്ക് തഫ്സീറും തഫ്സീറും ബിൽ മഅസൂർ അങ്ങനെ ചില അതിന്റെ ഇനങ്ങളുണ്ട്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്തിട്ട് വേണം ഇനിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇപ്പോ ഈ ഒരു തരത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള എക്സാമുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഒരു ഭാഗം പഠിക്കുമ്പോൾ ആ കറക്റ്റ് ആ ഭാഗം മാത്രം പഠിക്കാതെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജാമിഉൽ ബയാൻ വ തഅ്വീലുൽ ഖുർആൻ എന്നുള്ളതാണ് മുഹമ്മദ് ബിൻ ജരീർ തൊബരിയുടെ പ്രധാനപ്പെട്ട തഫ്സീർ. ഇനി അത്തഫാസീർ വൽ മുഫസ്സിറൂൻ, ഇവിടെ കൊടുത്ത മറ്റു തഫ്സീറും അതിന്റെ ആളുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജാമിഉൽ ബയാൻ അൻ തഅ്വീലുൽ ഖുർആൻ അൽ ഇമാം തൊബരിയുടേതാണ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ ജരീർ തൊബരി. ദെൻ തഫ്സീറുൽ ഖുർആൻ അലീം, വലിയൊരു തഫ്സീറാണ് അത്. ഇബ്നു കസീറിന്റെ ഒരു തഫ്സീറാണ് തഫ്സീറുൽ ഖുർആൻ അലീം. ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാണ്. നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്നുള്ളത് ആരുടെ തഫ്സീറാണെന്ന്. അപ്പൊ അതൊക്കെ എല്ലാ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട്. അല്ല ഇമാം ഖുർത്തുബിയുടേതാണ്. തൈസീറുൽ കരീം റഹ്മാൻ ഫി തഫ്സീർ കലാമുൽ മന്നാൻ എന്നുള്ളത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിറുദ്ദീൻ അസ്സഅദിയുടേതാണ്. മഫാത്തിഹുൽ ഗൈബ് ഇമാം റാസിയുടേതാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു തഫ്സീറാണ് മഫാത്തിഹുൽ ഗൈബ് ആരുടേതാണ്? ഇമാം റാസിയുടേതാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇഖ്തർ മിനൽ ആതിയ കിതാബൻ ലം യുഅല്ലിഫുഹ അൽ ജാഹിൽ. ജാഹിൽ രചിക്കാത്ത ഗ്രന്ഥം ഇതിൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ. ഓപ്ഷൻ എ കിതാബുൽ ഹയവാൻ, ഓപ്ഷൻ ഡി അദബുൽ കാത്തിബ്, ഓപ്ഷൻ സി കിതാബുൽ ബുഖലാ, ഓപ്ഷൻ ഡി അൽ ബയാൻ വത്തബീൻ. എല്ലാവരും ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അദബുൽ കാത്തിബാണ് ജാഹിലിൻ്റെതല്ലാത്തത്. കിതാബുൽ ഹയവാന് ജാഹിലിൻ്റെതാണ്. കിതാബുൽ ബുഖലാവും ജാഹിലിൻ്റെതാണ്. അൽ ബയാൻ വത്തബീൻ ആണ് ജാഹിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. ഇനിയിപ്പോ നമ്മുടെ ചോദ്യത്തില് ഹയാത്തുൽ ഹയവാൻ ആണെങ്കിൽ അത് ജാഹിലിൻ്റെതല്ല. ഹയാത്തുൽ ഹയവാൻ ആരുടേതാണ്? ദമീരി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ്റെതാണ് ഹയാത്തുൽ ഹയവാൻ എന്നുള്ളത്. അപ്പൊ കിതാബുൽ ഹയവാൻ ആണോ ഹയാത്തുൽ ഹയവാൻ ആണോ നമുക്ക് തന്നത് കൃത്യമായിട്ട് നോക്കാം. അദബുൽ കാത്തിബ് ആരുടേതാണ്? ഓക്കെ, ഇബ്നു ഖുതൈബയുടെ ലഖ്ദിലുള്ള ഒരു ഗ്രന്ഥമാണ് അദബുൽ കാത്തിബ് എന്നുള്ളത്. ഇനി ജാഹിലിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. 159 ജനിക്കുന്നു, 255 മരണപ്പെടുന്നു. ജാഹിൽ മരണപ്പെട്ട വർഷം പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. 255 എന്നുള്ള ഒരു വർഷം. അബു ഉസ്മാൻ അമ്രുബിന് ബഹറുൽ കെന്നാനി, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നോട്ട് ചെയ്യുക. അബു ഉസ്മാൻ അമ്രുബിന് ബഹറാണ്. കലിമത്തൻ ജാഹിൽ മഅനാഹു ബുറൂസുൽ ഐന്. ജാഹിൽ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും തള്ളി നിൽക്കുന്ന കണ്ണുകൾ ആയതുകൊണ്ടായിരുന്നു. ഖീല ഫി അഖ്ബാരിഹി ഇന്നഹു ബാഅ അൽ ഖുബ്സ് വസ്സമക്. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ റൊട്ടിയും അതുപോലെ തന്നെ മത്സ്യവും വിറ്റു നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ലക്കബുഹു, അദ്ദേഹത്തിന്റെ ലക്കബാണ് ഷഹീദുൽ കുത്തുബ്, ഗ്രന്ഥങ്ങൾ കൊണ്ട് രക്തസാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി, ഷഹീദുൽ കുത്തുബ്. നമുക്കറിയാം ജാഹിലിന്റെ മരണകാരണം പറയുന്നത് ഒരു കിതാബ് അദ്ദേഹത്തിന്റെ മേല് വീണിട്ട് അത് കാരണമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഷഹീദുൽ കുത്തുബ് എന്ന് ജാഹിലിനെ അറിയപ്പെടുന്നത്. കുത്തുബുഹു മഷ്ഹൂറ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കിതാബുൽ ഹയവാൻ, 8 ജുസുകളാണ് കിതാബുൽ ഹയവാൻ ഉള്ളത്. അത് നൽകുന്നത് വസീർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ സിയാദിനാണ്. വസീർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ സിയാദ്, ഇതാണ് നമ്മൾ ഇബ്നു സയ്യാദ് എന്നുള്ള പേരിലാണ് ഇവര് അറിയപ്പെടുന്നത്. കിതാബുൽ ബുഖലാ ഔ ഹാസിദ് വൽ മഹ്സൂദ് ഉസ്ലൂബുൽ ഫക്കാഹിൻ, ഒരു തമാശ രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു കിതാബുൽ ബുഖലായിനും അല്ലെങ്കിൽ ഹാസിദ് വൽ മഹ്സൂദിനും ഉണ്ടായിരുന്നത്. അൽ ബയാൻ വത്തബീൻ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. വഹുവ മസ്ദറും മിൻ മസാദിരി താരീഖ്, നമ്മുടെ ഹിസ്റ്ററിയുടെ റെഫറൻസ് ആയിട്ടും സോഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് അൽ ബയാൻ വത്തബീൻ എന്നുള്ളത്. ഖാല ഇബ്നു ഖൽദൂൻ പറഞ്ഞിട്ടുണ്ട്, ഉസൂലു ഇൽമുൽ അദബ് അർബഅ, അതായത് അദബിലെ ഇൽമുൽ അദബിന്റെ അസ്ലി എന്ന് പറയുന്നത് 4 ഗ്രന്ഥാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഗ്രന്ഥമായിട്ടാണ് ഇബ്നു ഖൽദൂന്
ജാഹിലിന്റെ അൽ ബയാൻ വത്തബീന് എണ്ണപ്പെട്ടിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥമാണ് അൽ മഹാസിൻ വൽ അൽദാദ് റിസാലത്തു ഫിൽ ഇഷ്കി വൻ നിസാ. ജാഹിലിന്റെ ഗ്രന്ഥങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമിന് ഒരു ഗ്രന്ഥമാണ് ചോദിച്ചതെങ്കിൽ അടുത്ത എക്സാമിൽ മറ്റു വേറെ ഗ്രന്ഥങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ ജാഹിലിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഇനി മറ്റൊരു ചോദ്യമാണ് മിൻ അഹമ്മി കിതാബി അൽ ഖവാർസമി. ഖവാർസമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ കിതാബുൽ മനാദിർ, ഓപ്ഷൻ ബി കിതാബുൽ ബസായിർ, ഓപ്ഷൻ സി അൽ ഇബർ വ തഅബീർ, ഓപ്ഷൻ ഡി അൽ ജബർ വൽ മുഖാബല. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി അൽ ജബർ വൽ മുഖാബല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഖവാർസമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ജബർ വൽ മുഖാബല എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തെ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോണം. മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാർസമിയാണ്. 164 ജനിക്കുന്നു, 232 മരണപ്പെടുന്നു. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പോ അൽ ജബർ കിതാബ് അൽ ജബർ വൽ മുഖാബല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിന്റെ ആ ഒരു ഫ്രണ്ട് ചട്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ബുക്കിന്റെ പേരും ഓദറിന്റെ പേരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ചിലപ്പോ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിങ്ങനെ കുറെ ആളുകൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. പക്ഷെ അങ്ങനെ ആ ഒരു പിക്ചർ കണ്ടാൽ പെട്ടെന്ന് പഠിക്കുന്ന ആളുകൾ അങ്ങനത്തെ രൂപത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് പഠിക്കാം. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ മൂസൽ ഖവാർസമി യുഅ്തബറു അവായിൽ ഉലമാഉ റിയാലിയാത്ത് അൽ മുസ്ലിമീൻ. മുസ്ലിം ഗണിതശാസ്ത്ര പണ്ഡിതന്മാരിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് മുഹമ്മദ് ബിൻ മൂസൽ ഖവാർസമി എണ്ണപ്പെടുന്നത്. ഉലിദ വമാത ഫി ബഗ്ദാദ്. അദ്ദേഹം ജനിക്കുന്നതും മരിക്കുന്നതും ബാഗ്ദാദിലാണ്. അതുവരെ നമ്മൾ നോട്ട് ചെയ്യണം. മൂസൽ ഖവാർസമി എവിടെയാണ് മരിച്ചത് ചിലപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ ബാഗ്ദാദാണ് നമുക്ക് കിട്ടണം. യുഅ്തബറു അവ്വലു മൻ ഇബ്തകറ ഇൽമുൽ അൽജബർ വ ഇൻതശറൽ ആലം തഹ്ത ഇസ്മ അൽജബ്ര. നമ്മൾ ഓൾജിബ്ര എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു ടേം അൽജബർ എന്നുള്ള അൽജബ്ര എന്നുള്ള ആ ഒരു അറബി വേർഡിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. അദ്ദേഹമാണ് ഈ ലോകത്ത് ഈ അൽജബ്ര എന്നുള്ള ആ ഒരു കാര്യം പ്രചരിപ്പിച്ചതും. പിന്നീടാണ് ആൾജിബ്ര എന്നുള്ള രൂപത്തിൽ നമ്മൾ മാത്സിൽ അത് പഠിക്കുന്നത്. ഇസ്മി കിതാബുഹു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് കിതാബു അൽ മുഖ്തസറു ഫി ഹിസാബി അൽജബ്ര വൽ മുഖാബല എന്നുള്ളത്. അപ്പൊ നേരത്തെ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അൽ ജബർ വൽ മുഖാബല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ അൽജബ്ര വൽ മുഖാബല എന്നുള്ളത് മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാർസമിയുടേതാണെന്ന് മാത്രം പഠിക്കാതെ അദ്ദേഹം ഏത് നാട്ടിലുള്ള ആളാണ്, എവിടെയാണ് ജനിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത്, അത്രയും ബേസിക് ആയിട്ട് പഠിക്കാം. പിന്നെ ഇൽമു റിയാലിയാത്തിൽ മാത്തമാറ്റിക്സിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ആൾജിബ്ര ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് പ്രചരിപ്പിച്ചതും. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരും. ഇത്രയും ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് മുഅല്ലിഫ് അൽ കിതാബ് അൽ ഖാനൂനു ഫി തിബ്. ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അൽ ഖാനൂനു ഫി തിബ് എന്നുള്ളത് ആരുടെ ഗ്രന്ഥമാണ്? ഓപ്ഷൻ എ ഇബ്നു റുഷ്ദ്, ഓപ്ഷൻ ബി ഇബ്നു സീന, ഓപ്ഷൻ സി ഇബ്നു ഖൈം, ഓപ്ഷൻ ഡി ഇബ്നുൽ ഹൈസം. അറിയുന്നതാണ് എങ്കിലും എല്ലാവരും ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇബ്നു സീന. നെക്സ്റ്റ് ഇബ്നു സീന 370 ജനിക്കുന്നു, 428 അദ്ദേഹം മരണപ്പെടുന്നത്. അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദുല്ല ബിൻ സീന എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു അലി ഹുസൈൻ ബിൻ അബ്ദില്ല. അപ്പൊ അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദില്ല അദ്ദേഹം ആരാണെന്ന് നമുക്ക് ഓപ്ഷൻസ് ചോദിച്ചാൽ ഇബ്നു സീനയാണെന്ന് കിട്ടണം. അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദില്ല എന്നുള്ളത് ഇബ്നു സീനയാണ്. റഈസ് എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അഷെയ്ഖുർ റഈസ്. ഇതുവരെ നമുക്ക് അറിയാത്ത ഒരു നോളജ് ആണെങ്കിൽ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. അഷെയ്ഖുർ റഈസ് എന്നാണ് ഇബ്നു സീന അറിയപ്പെടുന്നത്. ലുക്കിബ അൽ മുഅല്ലിമു സാലിസ്. മുഅല്ലിമു സാലിസ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് സ്ഥാനപ്പേരുണ്ട്. ബഅദ അർസ്തു വൽ ഫാറാബി. അൽ മുഅല്ലിമുൽ അവൽ, ഒന്നാമത്തെ അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത് അർസ്തു ആണ്, അരിസ്റ്റോട്ടിലാണ്. അൽ മുഅല്ലിമു സാനി എന്നറിയപ്പെടുന്നത് ഫാറാബിയാണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മനുഹുവ മുഅല്ലിമു സാനി എന്നുള്ളത് ഫാറാബിയാണ്. ഇപ്പൊ നമ്മളോട് മുഅല്ലിമു സാലിസ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അതും കിട്ടണം. അപ്പൊ മുഅല്ലിമുൽ അവൽ അർസ്തു,
മുഅല്ലിമു സാനി അൽ ഫാറാബി, അൽ മുഅല്ലിമു സാലിസ് ഇബ്നു സീന. അതുപോലെ തന്നെ മുഅല്ലിമു സാലിസ് എന്നുള്ള പേരിലും അമീറുൽ അത്തിബ്ബാ, ഈ ഡോക്ടേഴ്സിന്റെ അമീറായിട്ട്, തൊബീബ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോമാണ് അത്തിബ്ബ എന്നുള്ളത്. അപ്പൊ അവരുടെ അമീറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഇബ്നു സീനയാണ്. നമുക്കറിയാം ഒരുപാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇബ്നു സീനയുടെ ഈ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുഅല്ലഫത്തുഹു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് അൽ ഖാനൂൻ ഫി തിബ്ബ് എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, കിതാബുൻ ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ് താഴെ കൊടുത്തതിൽ ഏതാണ്? ഓപ്ഷൻ എ ഫത്ഹുൽ മുഈൻ, ഓപ്ഷൻ ബി അൽ ഫത്ഹുൽ മുബീൻ, ഓപ്ഷൻ സി ഫത്ഹുൽ ബാരി, ഓപ്ഷൻ ഡി അൽ ഹദിയുസാരി. അപ്പൊ ജസ്റ്റ് ഫത്ഹ് എന്ന് മാത്രം ഓർത്തു പോകരുത്. ഫത്ഹുൽ മുഈൻ ആരുടെയാണ്, ഫത്ഹുൽ മുബീൻ ആരുടെയാണ്, ഫത്ഹുൽ ബാരി ആരുടെയാണ് എന്നൊക്കെ കറക്റ്റ് പഠിക്കണം. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഫത്ഹുൽ ബാരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മുമ്പ് ഇതുപോലെ ചോദിച്ചിരുന്നു, ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിച്ചതാണ്. ഫത്ഹുൽ ബാരി ആരാണ് ഫത്ഹുൽ ബാരി എന്നുള്ളത് ഏതിന്റെ ഷറഹാണ്? ഖുർആന്റെ ആണോ ഹദീസിന്റെ ആണോ? ആ രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പല തരത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫത്ഹുൽ ബാരിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിക്കാം, ഫത്ഹുൽ ബാരി ഏതിന്റെ ഷറഹാണെന്ന് ചോദിക്കാം. അപ്പൊ അതെല്ലാം കൃത്യം പഠിക്കാം. സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ് ഫത്ഹുൽ ബാരി. അത് രചിച്ചിട്ടുള്ളതിന്റെ രചയിതാവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇബ്നു ഹജർ അൽ അസ്കലാനിയാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. അതിന്റെ രചയിതാവ് ഇബ്നു ഹജർ അൽ അസ്കലാനിയാണ്. ഹുവ ശിഹാബുദ്ദീൻ അബുൽ ഫളൽ അഹ്മദ് ബിൻ അലി ഹുവ മുഹദ്ദിസുൻ വആലിമുൻ മുസ്ലിമുൻ മിൻ മദ്ഹബി ഷാഫി. ഷാഫി മദ്ഹബിൽപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതനും ഹദീസ് പണ്ഡിതനുമായിരുന്നു ഇബ്നു ഹജർ അൽ അസ്കലാനി. ഉലിദ ഫിൽ ഫുസ്താത്ത്, അദ്ദേഹം ഫുസ്താത്തിലാണ് ജനിക്കുന്നത്. വതൂഫി ഫിൽ ഖാഹിറ, കെയ്റോയിലാണ് മരിക്കുന്നത്. ഫുസ്താത്ത് എന്നുള്ളത് മിസ്രിലെ ഒരു സ്ഥലം തന്നെയാണ്. ലുക്കിബ ബി ഷെയ്ഖുൽ ഇസ്ലാം വ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്. അതുകൂടി നോക്കുക. ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളതും അതുപോലെ തന്നെ ഹദീസിലെ പണ്ഡിതൻ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നുള്ളതും അറിയപ്പെടുന്നത് ഇബ്നു ഹജർ അൽ അസ്കലാനിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ളത്. ഫത്ഹുൽ ബാരി എന്നുള്ളത് ഷറഹു സ്വഹീഹുൽ ബുഖാരിയാണ്. മിൻ മുസന്നഫാത്തിഹി, ഇനി ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നുസ്ഹത്തുൻ നളർ, ഫത്ഹുൽ ബാരി, അൽ ഇസാബത്തു ഫി തംയീസി സ്വഹാബ, അൽ അജാബു ഫി ബയാൻ അസ്ബാബ്, തഹ്ദീബു തഹ്ദീബ്. നുസ്ഹത്തുൻ നളർ എന്നുള്ളത് ഇബ്നു ഹജർ അൽ അസ്കലാനിയുടേതാണ്. നുസ്ഹത്തുൽ ഖവാത്തിർ ആരുടേതാണ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ള ഗ്രന്ഥം ആരുടേതാണ്? ഓക്കെ, നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ളത് പറഞ്ഞോളൂ. അബ്ദുൽ ഹസനിയുടെ അബ്ദുൽ ഹയ്യൽ ഹസനി. അതെ അതെ, വെരി ഗുഡ്, മാഷാഅല്ലാ. അബ്ദുൽ ഹയ്യൽ ഹസനിയുടേതാണ്. അപ്പോൾ നുസ്ഹത്തുൽ ഖവാത്തിർ നമ്മൾ ഇൻഡോ അറബിന്റെ ഭാഗത്താണ് പഠിക്കുന്നത്. അബ്ദുൽ ഹയ്യൽ ഹസനിയുടേതാണ് നുസ്ഹത്തുൽ ഖവാത്തിർ. നുസ്ഹത്തുൻ നളർ എന്നുള്ളത് ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഗ്രന്ഥമാണ്. ഇനി അഹമ്മു മസാദിർ വൽ മറാജിഅ്, ഇവിടെ പ്രധാനപ്പെട്ട സോഴ്സുകളും റെഫറൻസിനെ കുറിച്ച് ഉള്ള ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. കിതാബു അൽ ഇബർ വ ദീവാനുൽ മുബ്തദി വൽ ഖബർ ഫി അയ്യാമിൽ അറബി വൽ അജമി വൽ ബർബർ വമിൻ ആസ്റഹും ദി സുൽത്താനിൽ അക്ബർ. ഹാദൽ കിതാബ് മഅറൂഫുൻ ബി ഇസ്മി. ഓപ്ഷൻ എ അൽ ഇബർ, ഓപ്ഷൻ ബി മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, ഓപ്ഷൻ സി താരീഖുൽ റിജാൽ, ഓപ്ഷൻ ഡി അയ്യാമുൽ അറബ്. എല്ലാവരും ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ. അപ്പോൾ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ പേര്, ഇത്ര ഒരു വലിയ പേര് മുഖദ്ദിമക്ക് ഉണ്ട്. അൽ കിതാബുൽ ഇബരി വ ദീവാനുൽ മുബ്തദി വൽ ഖബർ എന്നെങ്കിലും പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക.
ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കുക. ഫി അയ്യാമിൽ അറബി വൽ അജ്മി വൽ ബർബർ വമിൻ ആസറും നബി സുൽത്താൻ അക്ബർ. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ആണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇബ്നു ഖൽദൂനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കാം. 1332 ജനിക്കുന്നു, 1406 മരണപ്പെടുന്നു. അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് വലിയുദ്ദീൻ ഹദ്റമിൽ ഇഷ്ബീലി. അപ്പൊ ഇബ്നു ഖൽദൂന്റെ പേര് മറ്റു ചില എക്സാമുകൾക്ക് ചോദിക്കലുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് എന്നുള്ളതാണ് ഇബ്നു ഖൽദൂന്റെ പേര്. അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ഉലിദ ഫി തൂനിസ് വതഖറജ മിൻ ജാമിഅത്തി സൈതൂനിയ. അദ്ദേഹം ഒരു ഇഷ്ബീലിക്കാരനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് വലിയുദ്ദീൻ അൽ ഹദ്റമി അൽ ഇഷ്ബീലി, ഇഷ്ബീലിയിലുള്ള ഒരാളാണ് ഇബ്നു ഖൽദൂൻ. അത് നോട്ട് ചെയ്യുക. ഉലിദ ഫി തൂനിസ്, അദ്ദേഹം തുനീഷ്യയിലാണ് ജനിക്കുന്നത്. വതഖറജ മിൻ ജാമിഅത്തി സൈതൂനിയ, തുനീഷ്യയിലുള്ള സൈതൂനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ആകുന്നത്. യുഅദ് ഇബ്നു ഖൽദൂൻ മുഅസ്സിസു ഫന്നുൽ ഇജ്തിമാ, ഫന്നുൽ ഇജ്തിമാഇന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്, അതിനെണ്ണപ്പെടുന്നത് ഇബ്നു ഖൽദൂൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫന്നുൽ ഇജ്തിമാഇനെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഉംറാന്, നാഗരികതയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഇബ്നു ഖൽദൂൻ ആണ് അതിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. മുഅസ്സിസു ഫന്നുൽ ഇജ്തിമാ വൽ ഉംറാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. മിൻ വല്ലഫാത്തിഹി, നേരത്തെ പറഞ്ഞതാണ്, കിതാബുൽ ഇബരി വദീവാനിൽ മുബ്തദി വൽ ഖബർ ഫി അയ്യാമിൽ അറബി വൽ അജ്മി വൽ ബർബർ മൻ ആസറഹും നബി സുൽത്താൻ അൽ അക്ബർ യുറഫു ഹാദൽ കിതാബ് ബി മുഖദ്ദമതി ഇബ്നു ഖൽദൂൻ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ലിറ്ററേച്ചറിന്റെ ഭാഗം PYQ കഴിഞ്ഞു. നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അസ്ലുൽ ലുഗത്തുൽ അറബിയയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അറബി ഭാഷയുടെ സവിശേഷതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അസ്റുൽ ജാഹിലിയ ലിറ്ററേച്ചറിൽ നിന്ന് മുഅല്ലഖയുടെ മറ്റു പേര് ചോദിച്ചിരുന്നു. ഖുസ്ബുൽ സാദയെ കുറിച്ച് ചോദിച്ചിരുന്നു. സുഹൈർ ബിൻ അബി സലമയുടെ വരി കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ നിന്ന് നസറിന്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ ആയത്ത് ചോദിച്ചിരുന്നു. ഹദീസിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ കവിതയുടെ ഭാഗത്ത് നിന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ച് ഉള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ കഅബ് ബിൻ സുഹൈറിനെ കുറിച്ച് ചോദിച്ചിരുന്നു. മുഹറം ഭാഗത്ത് നിന്ന് കഅബ് ബിൻ സുഹൈറിനെ ചോദിച്ചിരുന്നു. കഅബ് ബിൻ സുഹൈറിന്റെ ബാനത്ത് സുആദിന്റെ ഒരു വരി കൊടുത്തിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഉമവി ലിറ്ററേച്ചറിൽ നഹ്ജുൽ ബലാഗ, മജ്മുഅത്തുൽ ഖുത്ബ, അലി ഇബ്നു അബി ത്വാലിബ് അതൊക്കെ ചോദിച്ചിരുന്നു. അബ്ബാസി ലിറ്ററേച്ചറിൽ സഫാഹ് എന്നുള്ളത് ആരാണ്, അതുപോലെ തന്നെ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നു. മുത്തനബി ഷായർ നക്കായിൽ എന്നുള്ളതായിരുന്നു തെറ്റായത്. ഷുറാഉൻ നക്കായിൽ ഉമവി ലിറ്ററേച്ചറിൽ വരുന്നതാണ്. അഹ്തല് ജരീർ ഫറസ്ദക്കാണ് ഷുറാഉൻ നക്കായിൽ. പിന്നെ തഫ്സീറുകളെ കുറിച്ച് ചോദിച്ചിരുന്നു. അബ്ബാസി ലിറ്ററേച്ചറിലെ പ്രോസിന്റെ ഭാഗത്ത് ജാഹിലിന്റെ ഗ്രന്ഥമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരുന്നു. പിന്നെ ഇബ്നു സീനയുടെ ഗ്രന്ഥം, പിന്നെ ഹവാസിമിയുടെ ഗ്രന്ഥം, പിന്നെ മസാദിർ വൽ മറാജിയിൽ നമ്മുടെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനെ ചോദിച്ചിരുന്നു. ഇത്രയാണ് ഈ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ കഴിഞ്ഞിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസിന്റെ ലെവല് എവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ വേണം. പണ്ടത്തെ ആ ഒരു കേട്ടിട്ട് എഴുതാൻ പോണ പ്രിപ്പറേഷൻ പോരാ എന്ന് വെച്ചിട്ട് ഓവറായിട്ട് ടെൻഷൻ ആവാനല്ല. നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി ഇനിയുള്ള PSC മറ്റുള്ള എക്സാമുകൾ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള രൂപത്തിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. എങ്കിലേ നമ്മുടെ ഇനിയുള്ള ആ കേട്ടിട്ട് എക്സാമിനൊക്കെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്താനും ക്വാളിഫൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്താണെങ്കിലും മാച്ച് ദി ഫോളോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ തെറ്റായത് മാത്രം, ഇത് തെറ്റാണ് അതിന്റെ ശരി ഇങ്ങനെയാണെന്ന് മാത്രം പഠിക്കാതെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്തുകൊണ്ടാണ് തെറ്റായത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് അത് ആരാണ് എഴുതിയിട്ടുള്ളത്, അത്തരം രീതിയിൽ പഠിച്ചാലാണ് ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുള്ളൂ, ഇത്ര പ്രയാസം തോന്നാതെ. ഇതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ശരിക്കും ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു വെക്കണമെങ്കിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ ബാനത്ത് സുആദ് ആരെഴുതിയതാണ് നമ്മൾ പറഞ്ഞത് ക്ലാസ്സിലെ? ബാനത്ത് സുആദ് കഅബ് ബിൻ സുഹൈർ ഉണ്ടല്ലോ.
ഓക്കെ, കഅബ് ബിൻ സുഹൈർ അത് ഏത് ബഹറിലായിരുന്നു? طويلة. ആർക്കെങ്കിലും ബസീത്ത് ബഹർ. അതെ, ബസീത്ത് ബഹറിലായിരുന്നു. ബസീത്ത്. ബസീത്ത് ബഹറിലായിരുന്നു. എത്ര ലൈൻസ് ബസീത്ത് ഉണ്ടായിരുന്നു? ബഹർ 58. 58 വെരി ഗുഡ്. 58 ഈ രൂപത്തിൽ വേണം നമുക്ക് പഠിക്കാൻ. ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.